This call is now being recorded. Okay. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? വൈജ്ഞാനിക പഠനത്തെ കുറിച്ചാണ്. ഓക്കെ, വൈജ്ഞാനിക പഠനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് 2 പേരാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. പക്ഷെ എന്നാൽ നമ്മൾ 3 പേരെ പഠിക്കണം. ആരൊക്കെയാണ് ആ 3 പേര്? നമുക്ക് എന്തായാലും LP UPക്ക് നമുക്ക് അവരെ എല്ലാവരെയും പഠിച്ചാലേ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ എന്തായാലും ആരൊക്കെയാണ് ആ 3 വ്യക്തികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഇമ്പോർട്ടന്റ് ആള് ആരെന്ന് ചോദിച്ചാൽ ജീൻ പിയാഷെ തന്നെയാണ് കേട്ടോ. ജീൻ പിയാഷെ തന്നെയാണ് വൈജ്ഞാനിക പഠനത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ജീൻ പിയാഷെ. പക്ഷെ നമ്മുടെ PSC ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം 3 പേർക്കും പ്രാധാന്യമുണ്ട്. ജീൻ പിയാഷെക്കും ജെറോം എസ് ബ്രൂണർ, വൈഗോട്സ്കി. ഓക്കെ, അപ്പൊ ഈ 3 പേരെയും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുന്നു. ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ. ഞാൻ എന്തുകൊണ്ട് 2 പേരെ എന്ന് പറഞ്ഞതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിനകത്താണ് സാധാരണ നമ്മൾ ആരെ പറയുന്നത്? വൈഗോട്സ്കിയെ പറയുന്നത്. അങ്ങനെ വേറെ ഒരാളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് പിയാഷെയും ബ്രൂണറും എന്ന് പറയുന്നത്. ആരൊക്കെയുണ്ട? പിയാഷെയും ബ്രൂണറുമാണ് വൈജ്ഞാനിക പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവും വക്താക്കളും ഒക്കെ അവർ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇനി ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ജനിതക എപ്പിസ്റ്റമോളജി. ഈ വാക്ക് പഠിച്ചു വെച്ചോണം. എപ്പിസ്റ്റമോളജി എന്നല്ല ചോദിക്കാം. എന്താണ് എപ്പിസ്റ്റമോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നോളജിന് അറിവിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി? ഓർത്തു വെച്ചോണം. ഈ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ജനിതക എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ഈ വാക്ക് ആര് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഈ ഒരു ആശയം ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പിയാഷെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരാ കൊണ്ടുവന്നത്? ജീൻ പിയാഷെയാണ്. ഓക്കെ, എന്താ ഈ ജനറ്റിക് എപ്പിസ്റ്റമോളജി? അവിടെ നമ്മൾ ഈ ജനിതകം ആണെന്നുള്ള ഉദ്ദേശത്തിലാണോ അത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. ജനറ്റിക് എപ്പിസ്റ്റമോളജി ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റൽ തിയറി ഓഫ് നോളജ് എന്നാണ്. ഓക്കെ, അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് പരിഭാഷ എന്താണ്? ഡെവലപ്മെന്റൽ തിയറി ഓഫ് നോളജ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ജെനസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജനിതകം എന്നുള്ളതല്ല, പക്ഷെ അതിന് വേറൊരു വാക്ക് അർത്ഥമുണ്ട്, ഒറിജിൻ എന്നാണ്. അത് എവിടെയാണ് ഉത്ഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറിവിന്റെ ഉത്ഭവ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന വാക്ക് കൊണ്ട് ജീൻ പിയാഷെ ഉദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്വന്തമായിട്ട് അറിവ് നിർമ്മിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? അറിവ് നേടാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടി അറിവ് നേടൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ അങ്ങ് കളഞ്ഞേക്ക്. അപ്പൊ അതിന്റെ പിന്നിലുള്ള പ്രക്രിയ എന്താണ്? ഓക്കെ, എന്താണ്? അറിവ് നിർമ്മാണം. കുട്ടികളിൽ അറിവ് നിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത് എന്നതിന്റെ പിന്നിലുള്ള പ്രക്രിയ എന്താണ് എന്നതിനെ കുറിച്ച് പഠിച്ചതാണ് ആരൊക്കെ? ജീൻ പിയാഷെയും ജെറോം എസ് ബ്രൂണറും. അങ്ങനെയാണ് വൈജ്ഞാനിക പഠനത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടി തുടങ്ങിയത്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ കൺസ്ട്രക്റ്റിവിസ്റ്റിക് ആയിട്ടുള്ള തിയറിക്ക് ഇത്രയധികം പ്രാധാന്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? ജീൻ പിയാഷെയും ബ്രൂണറും കൂടെ പഠിക്കാനായിട്ട് ഇറങ്ങി. എന്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇറങ്ങി? കുട്ടികളിൽ എങ്ങനെയാണ് അറിവ് നിർമ്മാണം നടക്കുന്നത്, തനിയെ എങ്ങനെ അറിവ് നിർമ്മാണം നടക്കുന്നു എന്നതിനെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയപ്പോഴാണ് എന്ത് പറ്റിയത്? ഈ വൈജ്ഞാനിക പഠനം എന്ന് പറയുന്ന ഈ ശാഖ തന്നെ ഉണ്ടായത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കീം. അപ്പൊ അദ്ദേഹം പറയുന്ന 3 വാക്കുകളെ കുറിച്ച്, 3 അല്ല 5 വാക്കുകളുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള വാക്കുകൾ മാത്രം മതി. ആദ്യത്തെ സംഭവം എന്താ? സ്കീമ എന്ന് പറയും. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്കീമ, അസിമുലേഷൻ, അക്കോമഡേഷൻ. ഈ 3 കാര്യങ്ങളും പറഞ്ഞത് നമ്മുടെ പിയാഷെ തന്നെയാണ്, അപ്പൊ ഈ സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? സംക്ഷിപ്ത രൂപം, സംക്ഷിപ്ത രൂപം എന്നാണ് നമ്മൾ ഇത് മലയാളത്തിൽ പറയുക. ഓക്കെ, എന്താണ് സംക്ഷിപ്ത രൂപം? എന്താണ് കുട്ടിക്ക് കിട്ടുന്നത്? വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും ചെറിയ ഏകകമാണ്, അതായത് ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്. ഓക്കെ, ഒരു ചെറിയ അറിവ്, കുറെ ചെറിയ അറിവുകൾ ചേർന്നിട്ടാണ് നമുക്ക് വലിയ അറിവ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും ചെറിയ ഏകകമാണ് ഏതെന്ന് പറയുന്നത്? സ്കീമ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങളെ. ഇതെന്താണ്? വൈജ്ഞാനിക ഘടനയുടെ, കൺസ്ട്രക്റ്റിവിസത്തിന്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ
നമ്മുടെ ഇന്റലിജൻസിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ അറിവിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്കീമ എന്ന് പറയുന്ന സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പുറത്തെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താ അവിടെ സംഭവിച്ചത്. ആ വെറുതെ ഇരുന്ന പൂച്ചയ്ക്ക് ഇട്ട് ഞോണ്ടാൻ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആ ചെറുക്കിന്? ഉണ്ടോ? ഒരു കാര്യമുണ്ടോ? ഞോണ്ടാൻ പോയത് കൊണ്ട് എന്ത് കിട്ടി? നല്ല ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൃത്യമായിട്ടും ചെറുക്കിന് മനസ്സിലായി, ഇനി പൂച്ചയുടെ അടുത്ത് പോയി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടുമെന്ന്, അല്ലെ? അപ്പോ അത് ഒരു സ്കീമയാണ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അത് നല്ലൊരു എക്സാമ്പിൾ കേട്ടോ. അതൊരു സ്കീമയാണ്. ജീവി ഉൾക്കൊണ്ട ഒരു അനുഭവത്തിന്റെ മാനസിക ബിംബമായി അതിനെ കണക്കാക്കുന്നു. അപ്പോ ഒരു അനുഭവത്തിന്റെ, ആ ജീവി, ആ കുഞ്ഞ് ഉൾക്കൊണ്ട ഒരു അനുഭവം എന്താണ്? പൂച്ചയെ ഞോണ്ടാൻ പോയാ അത് തിരിച്ചു ഞോണ്ടും എന്ന്, തിരിച്ചു ഞോണ്ടും അല്ല ചെയ്യുന്ന, മാന്തിയിട്ട് പോകും, അല്ലെ? നമ്മൾ പറയുന്ന പോലെ ഞോണ്ടാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മാന്തിയിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ വ്യക്തി കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കും തോറും സ്കീമകളുടെ എണ്ണവും സങ്കീർണതയും വർദ്ധിക്കുന്നു. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് എന്താ കുട്ടിക്ക് ആ ഒരു ടൈമിൽ മനസ്സിലാകുന്നേ? ആ പൂച്ചയെ ഞോണ്ടാൻ പോയപ്പോ ഒരൊറ്റ അടി തിരിച്ചു കിട്ടി, അല്ലെ? അല്ലെങ്കിൽ പൂച്ച ചാടി വീണു ആ ദേഹത്തേക്ക്, അതൊരു സ്കീമയാണ്. പക്ഷേ വ്യക്തി കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കും തോറും വീണ്ടും എഴുന്നേറ്റ് ഒരു അടിയും കൂടെ കൊടുക്കുമ്പോൾ പൂച്ച ചിലപ്പം ചാടി ഇങ്ങനെ വീഴുക മാത്രമായിരിക്കില്ല ചെയ്യുന്നത്, ഒരു കടിയും കൂടെ വെച്ചു കൊടുക്കും, അല്ലെ? ഒരു കടിയും കൂടെ വെച്ച് കൊടുക്കും. അപ്പൊ എന്താ? സ്കീമുകളുടെ എണ്ണം കൂടി, അല്ലെ? ശരിയല്ലേ? വീണ്ടും നമ്മൾ പോയി അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? പൂച്ചയ്ക്ക് നെറുകെട്ട ചെറുക്കനെ കൊണ്ട് തോറ്റു, ഒന്നാ പിന്നെ റെഡിയായി കളയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ചാടി വീണിട്ട് ഒരു കടിയും കൂടെ കൊടുത്തിട്ട് വീണ്ടും ഒരു മാന്തം, അല്ലെ? എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അങ്ങ് ചെയ്യും. അപ്പൊ ഇത് ഓരോ പ്രാവശ്യവും ഈ സ്കീമുകളുടെ എണ്ണം കൂടുകയല്ലേ, സങ്കീർണത വർദ്ധിക്കുകയല്ലേ. അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കീമുകളുടെ എണ്ണം. അപ്പൊ എന്താണ് വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത? എന്തുമാത്രം അത് എഫക്റ്റീവ് ആണ്? ഒരു കുട്ടിക്ക് കിട്ടുന്ന അറിവ് അല്ലെങ്കിൽ ആ വൈജ്ഞാനിക ഘടന, ആ വൈജ്ഞാനിക തലത്തിന്റെ കാര്യക്ഷമത, എഫക്റ്റീവ്നെസ് നിർണ്ണയിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ് എന്ന് ചോദിച്ചാൽ സ്കീമുകളുടെ എണ്ണം. കാരണം എന്താണ്? ഞാൻ പറയാണ്, ഇപ്പൊ ഇതിനകത്ത് നമ്മള് ഷഹന എവിടെയുണ്ട്? ഷഹന എവിടെ ഇല്ലടാ? അത് ഓണാക്കി വെച്ചിട്ട് പോയോ? ഓക്കെ. അപ്പൊ ഷഹനയ്ക്ക് അറിയാം പൂച്ചയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പൂച്ച ഇതുപോലെ ഞോണ്ടു എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? വേറൊന്നുമല്ല, ഞാൻ എന്ത് ചെയ്തു? എനിക്ക് അടിയും കിട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാന്തും കിട്ടി, അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഒരു കടിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്താണ് ഘടനയുടെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നത്? അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കീമുകളുടെ എണ്ണം. സൈക്കോളജിക്കകത്ത് ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്നത് എന്തുകൊണ്ടാ? ഈ സ്കീമുകളുടെ എണ്ണം കൂടുതൽ കയ്യിലുള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 സ്കീമുകളുടെ എണ്ണം നിങ്ങളുടെ കയ്യിൽ കുറവായിരിക്കും. അതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതും കൂടെ കിട്ടിയതിന് ശേഷം അടുത്ത പ്രാവശ്യം നിങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്തായിരിക്കും? നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. കാരണം സ്കീമുകളുടെ എണ്ണം കൂടി, അല്ലെ? അറിവിന്റെ എണ്ണം കൂടി. ഇനി അടുത്ത് എന്താണ്? വൈവിധ്യം, അല്ലെ? വൈവിധ്യമാണ് കേട്ടോ. ഇതുണ്ട് വൈവിധ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്തൊരു നമുക്ക് കൃത്യമായിട്ടൊരു ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ എന്താണ് പ്രത്യേക തലത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടിയത്. അതായത് ചില പൂച്ചകൾ ഇതുപോലെ ആക്രമിക്കും, പക്ഷെ ചില പൂച്ചകൾ അടിച്ചാൽ അത് കരഞ്ഞുകൊണ്ട് ഓടത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ വിവിധ തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടെ പോകുന്ന ആ രീതി. ഇനി അടുത്ത് എന്താ? ഗുണനിലവാരം, കിട്ടുന്ന അറിവിന്റെ നിലവാരം. ഓക്കെ, കിട്ടുന്ന അറിവിന്റെ നിലവാരം എന്നീ സവിശേഷതകളും അവ എത്ര ചിട്ടയായി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യവുമാണ്. ഓക്കെ, ഇങ്ങനെ കുറെ സ്കീമുകളുടെ എണ്ണം കയ്യിൽ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കീമ എന്ന് പറയുന്നത് വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും ചെറിയ ഏകകമാണ്. ആ ചെറിയ ഏകകം എത്ര എണ്ണം നിങ്ങൾക്ക് കിട്ടുന്നോ ആ എണ്ണത്തിനനുസരിച്ചിരിക്കും നിങ്ങളുടെ അറിവിന്റെ വ്യാപ്തി അല്ലെങ്കിൽ കാര്യക്ഷമത. രണ്ടാമത്തെ എന്താണ്? വൈവിധ്യമായിട്ട്, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു അനുഭവം. ഇനി അടുത്ത് എന്താ? അത് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഗുണനിലവാരം, അതിന്റെ ക്വാളിറ്റി. ഓക്കെ, ഇത് മാത്രമല്ല, ഇതെല്ലാം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. ഇത് എന്ത് ചെയ്യണം? ചിട്ടയായി സംഘടിപ്പിക്കണം. കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പറയണം. അതുകൊണ്ടാണ് ചിലർ ചോദിക്കും, ഇപ്പൊ എന്നോടത്ത് വന്നിട്ട് പിന്നെന്താണ് സെറീന ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഞ്ജിത ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മഞ്ജുഷ ചോദിക്കുകയാണ്. എന്താണ്? മഞ്ജുഷ വന്നിട്ട് ചോദിക്കുകയാണ്, സാറേ പൂച്ച
പൂച്ചയെ അടിച്ചു കഴിഞ്ഞാൽ പൂച്ച എന്താ ചെയ്യുക? അപ്പൊ ഞാൻ എന്താ പറയും? പൂച്ചയെ അടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കടിക്കും, അല്ലെ? ഞാൻ എന്താ പറഞ്ഞ? അത് ചിലപ്പോ കടിക്കും, അല്ലെങ്കിൽ ഞാൻ അത് കടിക്കും എന്നല്ല പറഞ്ഞു, അത് ചിലപ്പോൾ കടിക്കും എന്നാ പറഞ്ഞു. കാരണം എന്താ? ചിലപ്പോൾ അത് മാന്തും, അല്ലെ? വീണ്ടും അവിടെ ഒരു സംടൈംസ് അതിനകത്തൊരു ഒരു വൈവിധ്യം കിടപ്പുണ്ട്, അല്ലെ? എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ ഇനിയും കിടപ്പുണ്ട്. അത് ചിലപ്പോൾ മാന്തും, ചിലപ്പോൾ നിങ്ങളെ കടിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ദേഹത്തോടെ ചാടി വീഴും, ചിലപ്പോൾ അത് കരഞ്ഞുകൊണ്ട് ഓടും. കണ്ടില്ലേ? ഇത് ഞാൻ ചിട്ടയായി എന്ത് ചെയ്തിട്ടുണ്ട്? ആ സ്കീമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒരു സ്കീമെ തന്നെ എന്ത് ചെയ്തു പോയേനെ? ഒതുങ്ങിപ്പോയേനെ. കിട്ടിയോടാ? കിട്ടിയോ? അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് സ്കീമ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? ക്ലിയർ ആയോടാ? ഓക്കെ ആണോ? ഓക്കെ. ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? അപ്പൊ ഇതിനകത്ത് എടുക്കേണ്ട പോയിന്റ്സ് മനസ്സിലായോ? വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും ചെറിയ ഏകകം. രണ്ടാമത് എന്താ ഞാൻ പറഞ്ഞത്? നമ്മുടെ ഈ പറയുന്ന വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത നിർണയിക്കുന്നത് എന്തൊക്കെയാണ്? സ്കീമുകളുടെ എണ്ണം, ഓക്കെ, വൈവിധ്യം, ദെൻ ഗുണനിലവാരം. ഇത് മാത്രമല്ല, ഇതെങ്ങനെയാണ്, എത്ര ചിട്ടയായി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യവും കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് സ്വാംശീകരണം എന്ന് പറയും, അസിമിലേഷൻ എന്ന് പറയും. ഓക്കെ, അസിമിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്വാംശീകരണം എന്ന് പറയും. ഇത് വൈജ്ഞാനിക ഘടനയിലുള്ള പരിചിത സ്കീമയുമായി ബന്ധപ്പെടുത്തുക വഴി അപരിചിതമായ സ്കീമയെ പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയ. എന്താ പറഞ്ഞിരിക്കുന്നത്? വൈജ്ഞാനിക ഘടനയിലുള്ള പരിചിത സ്കീമയുമായി ബന്ധപ്പെടുത്തുക വഴി അപരിചിതമായ സ്കീമയെ പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയ. നമ്മുടെ വൈജ്ഞാനിക ഘടനയിൽ ഒരു പരിചിതമായിട്ടുള്ള ഒരു അറിവുണ്ട്. ആ അറിവുമായിട്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു അറിവിനെ കൂട്ടിമുട്ടിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? സ്വാംശീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻവേഷനാണ്, അധിനിവേശം എന്ന് പറയും. ഓക്കെ, അപ്പോ എവിടെയാണ് ഇൻവേഷന്റെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ അധിനിവേശം? ഓക്കെ, അതായത് അപരിചിതമായ സ്കീമുകൾ ഇത്തരത്തിൽ സ്വാംശീകരിക്കുകയും അധിനിവേശിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അസന്തുലിതാവസ്ഥ നീങ്ങുകയും മനസ്സിന്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും ചെയ്യും. ഇവിടെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യത്തിനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വാംശീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സംശയം, ഒരു ഡൗട്ട്, അല്ലെ, അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. എന്താ ഡൗട്ട്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ നിങ്ങൾ ആ കുട്ടിയെയും പിന്നെ ആ പുലിയെയും കാണുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിനകത്ത് ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമുക്ക് ഒരു കുഞ്ഞിനോട് കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നീ മനസ്സിലാക്കുക, എന്താണ്, ഒരു ജീവി അതിലേക്കൂടെ കടന്നു പോവാണ്, ഒരു പൂച്ച അതിലേക്കൂടെ കടന്നു പോവാണ്. അപ്പൊ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഇതാ ആ പോകുന്നതാണ് പൂച്ച. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യാണ്? കൃത്യമായിട്ടും അതിനെ മനസ്സിലാക്കിയാണ്, പൂച്ചയുടെ ഇതാണ്, പൂച്ചയ്ക്ക് കണ്ണുണ്ട്, വരയുണ്ട്, അല്ലെങ്കിൽ പുറത്ത് വരയുണ്ട്, അല്ലെങ്കിൽ അത് നിൽക്കുന്ന ആ രൂപം കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞ് എന്ത് ചെയ്യാണ്? മനസ്സിലേക്ക് കൊണ്ട് ആ ഒരു കുഞ്ഞ് സ്കീമ കുഞ്ഞിനേക്ക് കിട്ടി. പിന്നെ ആ കണ്ണുണ്ട് അല്ലെങ്കിൽ വരയുണ്ട്, അങ്ങനെയുള്ള കുറെ സ്കീമുകളും കൂടെ കിട്ടിയപ്പോൾ അത് കൂട്ടിച്ചേർത്തു. ഇതാണ് പൂച്ച. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യാണ്? പെട്ടെന്ന് കൊണ്ടുപോയി ഈ അച്ഛൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യാണ്? മൃഗശാലയിലേക്ക് പോവാണ്. മൃഗശാലയിൽ പോയപ്പോ അവിടെ എന്തുണ്ട്? പുലിയുണ്ട്. അപ്പൊ കുഞ്ഞ് പെട്ടെന്ന് വിളിച്ച് പറയുന്നു, എന്താണ്? ദാ നിൽക്കുന്നു പൂച്ച, ഞങ്ങളുടെ വീട്ടിൽ നിന്ന പൂച്ച, അതിനേക്കാളും വലിയൊരു പൂച്ച എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ വിളിച്ചു പറയാം, അല്ലെ? അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ അവിടെ അച്ഛൻ പറയാണ്, മോനെ അത് പൂച്ചയല്ല, നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അതെന്താണ്? അത് പുലിയാണ്, അല്ലെ? പുലിയാണ്. വൈജ്ഞാനിക ഘടനയുള്ള പരിചിത സ്കീമ ഏതാണ്? പൂച്ചയാണ്. അതുവഴി, അല്ലെ, അപരിചിതമായ സ്കീമയെ അതുവഴി എന്ത് ചെയ്യാണ്? ബന്ധപ്പെടുത്തുകയാണ്. അതായത് പുലിയെ കാണിച്ചിട്ട് പറയണം, മോനെ ഇതൊക്കെ വ്യത്യാസമുണ്ട്, പൂച്ച അങ്ങനെയാണ് ഇരിക്കുന്നത്, പുലി ഇങ്ങനെയാണ്, പക്ഷെ ഏകദേശം കാണാൻ ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോ ഈ കുഞ്ഞ് എന്ത് ചെയ്യാണ്? സ്വാംശീകരിക്കുകയാണ്. ഓക്കെ, എന്താ സ്വാംശീകരിക്കുന്നത്? പൂച്ച ഇത്, പുലി ഇത്, പൂച്ച ഇത്, പുലി ഇത്, പൂച്ച ഇത്, പുലി ഇത്. ഇങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? അവിടെ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാവും. കാരണം ഇത് ഉൾക്കൊള്ളുന്ന സമയത്ത് ഒരു ഇൻവേഷൻ നടക്കുകയാണ്, അധിനിവേശിക്കുകയാണ്, അല്ലെ? അത് ഉള്ളിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ പൂച്ച ഇതാണ്, ഇത് പുലിയാണ് എന്നുള്ളത് ഉൾപ്പെടുത്തുമ്പോഴും അവന് അവിടെ എന്തുണ്ടാവും? ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാവുന്നു. അവിടെ ഇക്വിലിബ്രേഷൻ നടക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത്
കൃത്യമായിട്ട്, അതായത് അവൻ ആ പൂച്ചയെ പഠിച്ചുകൊണ്ട് പോയിട്ടാണ് സൂയിൽ പോകുന്നത്. സൂയിൽ പോകുന്ന സമയത്ത് പുലിയെ കണ്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവൻ വിളിച്ചു പറയുന്നത് അത് പൂച്ചയാണെന്ന്. അപ്പൊ അവന് അറിയില്ലാത്തത് കൊണ്ടാണ് അവിടെ ഒരു ഇക്വിലിബ്രേഷൻ നടക്കുന്നില്ല, ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോ, അത് സ്വാംശീകരിച്ച് കഴിയുമ്പോ, ആ അറിവ് അധിനിവേശിക്ക് നടന്നു കഴിയുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്? അവൻ മനസ്സിന്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുന്നു. ഓക്കെ, ഈ പ്രക്രിയയാണ് സന്തുലനം അല്ലെങ്കിൽ ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് സ്വാംശീകരണം എന്ന് പഠിച്ചു വെക്കുക. അതിനോടൊപ്പം തന്നെ അധിനിവേശത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻവേഷനെ കുറിച്ച് എവിടെയാണ് പറയുന്നത്? അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്, പ്രക്രിയ നടക്കുന്ന സമയത്താണ് ഏത് നടക്കുന്നത്? ഇൻവേഷൻ നടക്കുന്നത്, അധിനിവേശം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് കുഞ്ഞ് സന്തുലനാവസ്ഥയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇക്വിലിബ്രേഷനിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ തന്നെയാണ്? സ്വാംശീകരണത്തിന്റെ അവസ്ഥയിൽ തന്നെയാണ്, അല്ലെ? സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷന്റെ അവസ്ഥയിൽ തന്നെയാണ് അവൻ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതിനകത്ത് ഈ പ്രക്രിയയെ നമ്മൾ സന്തുലനം എന്ന് പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇൻവേഷനും സന്തുലനവും സ്വാംശീകരണവും, ഇത്രയും കാര്യങ്ങൾ കിട്ടിയായിരുന്നോ? ഓക്കെ ആണോ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ, വീണ്ടും ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ശരി. ഇനി അടുത്തത് നമ്മൾ വരെയാണ് സംസ്ഥാപനം എന്ന് പറയുന്ന പ്രോസസ്, അക്കോമഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ ഇവിടെയും ഈ പറയുന്ന പോലെ സന്തുലനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നാലും, എവിടെ? രണ്ടാമത്തെ സ്റ്റേജിൽ അസിമിലേഷനിലേക്ക് വന്നാലും കുട്ടി പൂർണ്ണമായിട്ടും ആ ഒരു സന്തുലനത്തിലേക്ക് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സൊരുക്കി വെച്ച് കഴിഞ്ഞു, അല്ലെ? മനസ്സൊരുക്കി വെച്ച് കഴിഞ്ഞു. ഇവിടെ സംസ്ഥാപനം നടക്കണം, അതായത് അക്കോമഡേഷൻ നടക്കണം. അത് നമ്മുടെ അറിവിന്റെ ഭാഗമാക്കി മാറ്റണം. ഇപ്പൊ സ്വാംശീകരണം മാത്രമേ നടന്നിട്ടുള്ളൂ, അസിമിലേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി എന്താ നടക്കേണ്ടത്? സംസ്ഥാപനം നടക്കണം, സ്ഥാപിക്കണം. എന്താ? സ്വാംശീകരണം വഴി സ്വന്തമാക്കിയ സ്കീമുകൾക്ക് വൈജ്ഞാനിക ഘടനയിൽ യഥോചിതമായ സ്ഥാനം നൽകുന്നു. നേരത്തെ എന്താണ്? പൂച്ചയും അതുപോലെ തന്നെ പുലിയും സന്തുലിതാവസ്ഥയിൽ നിർത്തി, അല്ലെ? ഒരു ബാലൻസ് ആയിട്ട് നിർത്തി. പക്ഷേ പൂർണ്ണമായിട്ടും പൂച്ച, പൂർണ്ണമായിട്ടും പുലി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അവിടെ എപ്പോഴാ വരുന്നത്? സംസ്ഥാപനം നടക്കുമ്പോഴാ. എങ്ങനെ? സ്വാംശീകരണം വഴി സ്വന്തമാക്കിയ സ്കീമുകൾക്ക്, എന്തൊക്കെ സ്കീമുകളാ? ഈ പറയുന്ന പൂച്ച, ഈ പറയുന്ന പുലി, അല്ലെ? രണ്ട് സ്കീമുകൾ അവിടെ നിപ്പുണ്ട്. വൈജ്ഞാനിക ഘടനയിൽ യഥോചിതമായ സ്ഥാനം നൽകുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുക? അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, അപരിചിത സ്കീമുകൾ സ്വാംശീകരിക്കുകയും അധിനിവേശിപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഈ സ്കീമ വൈജ്ഞാനിക ഘടനയിൽ ഉറയ്ക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതുവരെ ഒരു ഇക്വിലിബ്രേഷനിൽ നിൽക്കുകയുള്ളൂ, ഒരു ബാലൻസിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഉറയ്ക്കുന്ന പ്രക്രിയ. ഇനി കൊച്ചിനെ എവിടെ കൊണ്ടുപോയി കാണിച്ചാലും പൂച്ചയെ പൂച്ച എന്ന് പറയും, പുലിയെ പുലി എന്ന് പറയും. ഇതാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോടാ? ഓക്കെ ആണോ? ഈ 3 വാക്കുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? അപ്പൊ ഏതൊക്കെ നമ്മൾ പറഞ്ഞേ? സ്കീമ, അതുപോലെ തന്നെ അസിമിലേഷൻ, അതുപോലെ തന്നെ അക്കോമഡേഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണ്? യെസ്. ഇതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ബോയ് ഹാസ് ലേൺഡ് സ്കീമ ഓഫ് കാറ്റ്, അല്ലെ? പൂച്ചയെ കുറിച്ച് പഠിക്കുന്നത്. ഇത് കണ്ടപ്പോ തന്നെ ഇത് പൂച്ചയാണെന്ന് മനസ്സിലാക്കിയത് കുഞ്ഞ് ഒരു സ്കീമയാണ്. അത് ആ ഒരു അറിവ് നേടിക്കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് സൂവിലേക്ക് പോയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു? പുലിയെ കണ്ടപ്പോ കുഞ്ഞ് വിളിച്ചു പറയുന്നു കാറ്റ്, പൂച്ച എന്ന് വിളിച്ചു പറയുന്നു. അപ്പോ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നു, ഇറ്റ് ഈസ് നോട്ട് കാറ്റ്, ഇറ്റ്സ് എ കപ്പ്, അല്ലെ? ഇതൊരു പുലിക്കുട്ടിയാണ് എന്ന് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുക? അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും അവിടെ ഒരു സംസ്ഥാപനം നടന്നു കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? അക്കോമഡേഷൻ ആണ്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കൃത്യമായിട്ട് ഇത് കാറ്റെന്നും ഇത് പുലിക്കുട്ടിയാണ് അല്ലെ കബ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു നല്ല എക്സാമ്പിൾ പിക്ചറിൽ കൂടെ കാണിച്ചു തരാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ശരി, ഇതാണ് സംഭവം. സ്കീമ കണ്ടോ? ഇതാണ് സ്കീമ. എന്താ സ്കീമ? ഇതെന്താ നിങ്ങൾ കാണുന്നേ? നല്ലൊരു ഗജവീരനെ കാണുന്നുണ്ട്, അല്ലെ? നല്ലൊരു ആനയെ കാണുന്നുണ്ട്. തൃശ്ശൂരിൽ കൂടെ നടന്നു പോകുന്ന ആന. എങ്ങനെയാണ് ആന നടന്നു പോകുന്നത്? വളരെ മനോഹരമായിട്ട് നടന്നു പോകുന്നു, അല്ലെ? തലയൊക്കെ കുലുക്കി, കാലൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച്, നല്ല ബോഡിയൊക്കെ ഇങ്ങനെ കുലുക്കിയാ പോകുന്നത്, അല്ലെ? ഇനി അടുത്ത ഇത് ഒരു സ്കീമയാണ്. ഒരു കൊച്ചിന് അറിവ് കിട്ടി, വലിയൊരു സ്കീമ അല്ലെങ്കിൽ വലിയൊരു സ്കീമയാണ് ഈ വലിയൊരു ആന. ഈ ആനയുടെ നടത്തം
അല്ലെങ്കിൽ കൃത്യമായിട്ടും അത് പോകുന്ന രീതിയൊക്കെ മനസ്സിലായി. അടുത്ത ഒരു സ്കീമ നോക്കിക്കേ. എന്താ സ്കീമ? ഒരു വണ്ടി അല്ലെ, ഒരു വലിയൊരു വണ്ടി ഇങ്ങനെ പോകുന്നതാണ് അടുത്ത ഒരു സ്കീമ. അപ്പൊ ആ സ്കീമയിൽ ഒന്ന് നോക്കിക്കേ, രണ്ട് സൈഡിലും മിറർ ഉണ്ട് അല്ലെ, ആ വണ്ടി പോകുന്നതിന് ഒരു താളമുണ്ട്. അതൊക്കെ എന്ത് ചെയ്തു, ആ കുഞ്ഞങ്ങ് സ്വീകരിച്ചു. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ ആനയുടെ സ്കീമയും മനസ്സിലുണ്ട്, ഈ പറയുന്ന പോലെ വണ്ടിയുടെ സ്കീമയും കുഞ്ഞിന്റെ മനസ്സിലുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സ്കീമ ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത സ്കീം നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്താ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? അസിമിലേഷൻ ആണ് അല്ലെ. ഈ രണ്ട് വണ്ടികളും കൂടെ നോക്കിക്കേ, കണ്ടോ? ഇതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആന വരുന്ന അതേ രീതിയിൽ തന്നെ ആനയുടെ സൈസ് ഉള്ള JCB വരുന്നു അല്ലെ. എന്താ മനോഹരമായിട്ട് വരുന്നു. ഇനി വീണ്ടും അസിമിലേഷൻ എങ്ങനെയാണ് അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന എന്തൊക്കെ കാണിക്കുന്നു? മണ്ണ് തൂത്തുവാരി എറിയുന്നു, മണ്ണിന്റെ പുറത്തുകൂടെ കിടന്ന് എഴയുന്നു അല്ലെ. മണ്ണിതാ ഇതുപോലെ അതിന്റെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുന്നു. ഇതൊക്കെയല്ലേ നടക്കുന്നത്? ഇത് തന്നെയല്ലേ JCB ചെയ്യുന്നത്? കണ്ടില്ലേ? ഓക്കെ. അപ്പോ JCB കാണുമ്പോ കുഞ്ഞ് എന്ത് വിളിച്ചു പറയും? ആനവണ്ടി എന്ന് വിളിച്ചു പറയും. എങ്ങനെയാണ് ആ ഒരു സ്കീമയിൽ നിന്ന് അസിമിലേഷൻ ഉണ്ടായതെന്ന് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആനവണ്ടി എന്ന് വിളിച്ചു പറയുമ്പോൾ അതിന്റെ കുഞ്ഞിന്റെ അച്ഛൻ അല്ലെങ്കിൽ സിസ്റ്റർ എന്തോ പറഞ്ഞു, അത് ആനവണ്ടിയല്ല, അത് JCB ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആന എന്ന് പറയുന്ന സ്കീമയിൽ നിന്ന്, ആ ഒരു സ്കീമയിൽ നിന്നാണ് ഈ വണ്ടിക്ക് എന്ത് പേര് കുഞ്ഞു കൊടുത്തത്? ആനവണ്ടി എന്ന പേര് കൊടുത്തത്. അത് അസിമിലേഷൻ എന്ന് പറയുന്നു. ക്ലിയർ ആയോടാ? ഇതിങ്ങനെയാണ് കുഞ്ഞ് സ്വീകരിക്കുന്നത്. ഈ പിക്ചറിൽ കൃത്യമായിട്ട് ഇത് കണ്ടുപിടിച്ച് പറയുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾ വെറുതെ ആണ് ഇതെന്ന് വിചാരിക്കരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അസിമിലേഷൻ. യെസ്. ഇനി അടുത്തത്, അപ്പൊ കുട്ടി അവസാനം എന്താ ചെയ്യുന്നത്? അക്കോമഡേഷൻ ആണ്. എന്താ അക്കോമഡേഷൻ? കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, ഇത് ആന അല്ലെ. കൃത്യമായിട്ട് കുട്ടി പറയുന്നു, അത് ആന, ഇത് JCB. കണ്ടോ? തുമ്പിക്കൈ അനക്കുന്ന ആനയും JCBയും കൃത്യമായിട്ട് കുഞ്ഞ് തിരിച്ചറിയുന്നു. ഇതിനെ എന്തെന്ന് നമുക്ക് പറയാം? അക്കോമഡേഷൻ എന്ന് പറയാം. അക്കോമഡേഷൻ. അപ്പൊ ഈ പിക്ചറൊക്കെ മനസ്സിൽ വരണം. എന്താണ് സംഭവം? സ്കീമയും അസിമിലേഷനും അക്കോമഡേഷനും. ക്ലിയർ ആയോ? കെട്ടിപ്പൂട്ട് വെക്കട്ടെ ഈ ഒരു സംഭവം. ഓക്കെ അല്ലേ? ഇനി മറന്നുപോയില്ലല്ലോ? യെസ്. സോ കമ്മിങ് ടു നെക്സ്റ്റ് വൺ, കണ്ടെത്തൽ പഠനം. ഓക്കെ, നമുക്കറിയാം ഡിസ്കവറി ലേണിംഗ് അല്ലെ. കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത് കൊണ്ടുവന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ജീൻ പിയാഷെയും ബ്രൂണറുമാണ് കൺസ്ട്രക്റ്റിവിസ്റ്റിക്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു തിയറി അല്ലെ. നമ്മൾ ഇവിടെ പറഞ്ഞ തിയറി എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ വൈജ്ഞാനിക പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരെ പഠിച്ചതിനകത്ത് ജീൻ പിയാഷെ ഉണ്ട്, ജെറോം എസ് ബ്രൂണറും ഉണ്ട് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചു വൈഗോട്സ്കിയും കൂടെ പഠിച്ചു. ഇനിയിപ്പോ നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കുകയാണ്. എന്താണ് പഠിക്കുന്നത്? എന്താ പഠിച്ചേ? കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ആരാണ് കണ്ടുപിടിച്ചത്? അപ്പൊ കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണ്. ഈ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്ന കണ്ടെത്തൽ പഠനത്തെ കുറിച്ച് അദ്ദേഹം ഏത് ബുക്കിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബുക്കിനകത്താണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. എന്താ? അപ്പോ ഈ പറയുന്ന ഡിസ്കവറി ലേണിംഗിനെ കുറിച്ച്, കണ്ടെത്തൽ പഠനത്തിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനകത്താണ്. ഇനി ലേണിംഗ് ടു ലേൺ കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത്? ലേണിംഗ് ടു ലേൺ. ലേണിംഗ് ടു ലേൺ എന്താണ്? പഠിക്കാൻ പഠിക്കൽ അല്ലെ. പഠിക്കാൻ പഠിക്കൽ. അടിപൊളി. ലേണിംഗ് ടു ലേൺ. പഠിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. അത് നിങ്ങളുടേതായിട്ടുള്ള അറിവിൽ തന്നെ അത് പഠിക്കണം എന്നുള്ളതാണ്. അടുത്തത് എന്താണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ? ചാക്രിക ആരോഹണ രീതി, അതായത് സ്പൈറലിംഗ് അല്ലെങ്കിൽ സ്പൈറൽ കരിക്കുലം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നത് ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പം ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്ന ആശയം, പഠിക്കാൻ പഠിക്കൽ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ജെറോം എസ് ബ്രൂണർ ആണ്. അതുപോലെ തന്നെ കണ്ടെത്തൽ പഠനം കൊണ്ടുവന്നത് ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണ്. ചാക്രിക ആരോഹണ രീതി, സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന, സർപ്പിള രീതി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അത് കറക്റ്റ് വാക്ക് ചാക്രിക ആരോഹണ രീതിയാണ്. ചില വീഡിയോസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് സർപ്പിള രീതി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. സ്പൈറൽ എന്ന് പറയുന്ന രീതിയിലായതുകൊണ്ടാണ് അതിനെ സർപ്പിള രീതി എന്നൊക്കെ പറയുന്നത്. പക്ഷെ കറക്റ്റ് വാക്ക് ചാക്രിക ആരോഹണ രീതി എന്നാണ് സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നത്. ഇനി എന്താന്നൊക്കെ പറയാം കേട്ടോ. ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, എനിത്തിങ് ക്യാൻ ബി തോട്ട്
at any level of development in an intellectually honest way. Anything can be taught. അധ്യാപകരാകാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. എന്തു വേണമെങ്കിലും കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാം. At any level of development in an intellectually honest way. Okay, intellectually honest way. അപ്പൊ അതിനകത്ത് നിങ്ങൾ വളരെ വൈജ്ഞാനികമായിട്ടുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഏത് തലത്തിലാണെങ്കിലും അവൻ അത് മനസ്സിലാക്കിയിരിക്കും. അവൻ ആ സ്കീമയെ സ്വാംശീകരിക്കും, അത് സംസ്ഥാപനം നടത്തിയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ആ ഒരു വൈജ്ഞാനിക മേഖലയിലേക്ക് വരാൻ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി അടുത്തത് ആശയദാന മാതൃക, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഓക്കെ, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലെങ്കിൽ ആശയ സമ്പാദന മാതൃക. ആശയ സമ്പാദന മാതൃക എന്ന് പറയുന്ന മാതൃക കൊണ്ടുവന്നതും ആര് തന്നെയാണ്? ഇത് രണ്ടിന്റെ വാക്ക് ഒന്ന് തന്നെയാണ് കേട്ടോ. ആശയദാന മാതൃക, ആശയ സമ്പാദന മാതൃക എന്ന് പറയുന്നതൊക്കെ ഏത് തന്നെയാണ്? നമ്മുടെ ഇത് തന്നെയാണ് കേട്ടോ. സമ്പാദന മാതൃക എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ആശയദാന മാതൃക അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ തന്നെയാണ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ജെറോമസ് ബ്രൂണർ ആണ് എന്ത് കൊണ്ടുവന്നത്? കണ്ടെത്തൽ പഠനം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത്, മലയാളത്തിൽ അങ്ങനെ ചോദിക്കണമെന്നില്ല, ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കാം. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത് എന്താണ്? പഠിക്കൽ എന്ന് പറയുന്ന ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ചാക്രിക ആരോഹണ രീതി കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന എന്താ? ആശയ സമ്പാദന മാതൃക അല്ലെങ്കിൽ ആശയദാന മാതൃക കൊണ്ടുവന്നത് ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ എടുത്തിട്ടിരിക്കുന്നത്. ഡിസ്കവറി ലേണിംഗ് തിയറി ബ്രൂണർ കൊണ്ടുവന്നത് 1915. ഏത് വർഷം? 1915. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 1915 കണ്ടെത്തൽ പഠനത്തിനെ കുറിച്ച് അദ്ദേഹം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം തന്നെ രൂപപ്പെടുത്തിയത് അപ്പോഴാണ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി എന്താണ് സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ പഠിക്കുന്ന ഒരു രീതിയാണ് അല്ലെ. ഈ പറയുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ കുറച്ചും കൂടെ കണക്ഷൻ ആണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ കണക്ഷനാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ കണക്ഷനാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ കണക്ഷനാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ കണക്ഷനാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നെ 11ലും 12ലും. ഇത് ഒരു സ്പ്രിങ് പോലെ ആയില്ലേ? ഒരു സ്പൈറൽ ആയില്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ വ്യാപ്തം കൂടി വരുന്നില്ലേ? ഇല്ലേ? ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഈ ഒരു സ്പൈറലിന്റെ ഓരോ വർഷവും കഴിയുമ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ആ അറിവിന്റെ ആ ഒരു വലിപ്പം കൂടി വരുന്നത് കണ്ടില്ലേ? ഇതാണ് സംഭവം. ഏതാണ് ഈ പറയുന്ന സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ബ്രൂണർ ബിലീവ്സ് ദാറ്റ് വെൻ സ്റ്റുഡൻസ് ഡിസ്കവർ ഇറ്റ് ബൈ ദംസെൽസ് ഇറ്റ് ഇൻക്രീസസ് ദ റെസ്പോൺസിബിലിറ്റി ടു ലേൺ ഓൺ ദെയർ ഓൺ ആൻഡ് മോട്ടിവേഷൻ ടു ലേൺ മോർ. ഇവിടെ കുട്ടികൾ, നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ലേൺ, അതായത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. എന്താണ്? പഠിക്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? പഠിക്കൽ. സോ ലേണിംഗ് ദാറ്റ് ഈസ് ബൈ ഡിസ്കവർ ഇറ്റ് ബൈ ദംസെൽസ്. സ്വന്തമായിട്ട് ഓരോ സംഭവങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അവനെ പ്രാപ്തനാക്കുകയാണ് വരേണ്ടത്. അത് എന്നാൽ മാത്രമേ ആ കുട്ടി പ്രോബ്ലം സോൾവിംഗിലേക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ആ കുട്ടി കണ്ടുപിടിച്ചു കഴിഞ്ഞാലോ, ആ കണ്ടുപിടിച്ച കോൺസെപ്റ്റ് ആ കുട്ടിക്ക് ഇനി ആരും പറഞ്ഞു കൊടുക്കണ്ട. അവൻ അത് കൃത്യമായിട്ട് മനസ്സിൽ സ്വാംശീകരണം നടക്കുകയും സംസ്ഥാപനം നടക്കുകയും ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇത് അവന് മുന്നിലേക്ക് പോകാനുള്ള ഒരു ഊർജമാണ്. ടു ലേൺ മോർ. അപ്പൊ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആ ഒരു വ്യഗ്രതയിൽ അവൻ എന്ത് ചെയ്യും? മുന്നിലേക്ക് പോകും എന്നാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഡിസ്കവറി തിയറി അല്ലെങ്കിൽ കണ്ടെത്തൽ പഠനത്തിൽ കൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെഡഗോജി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പഠിക്കുന്നില്ലേ? ഓക്കെ, പെഡഗോജി എന്നൊക്കെ പറയാം. പെഡഗോജി. പിന്നെ നമ്മളൊരു വാക്ക് പഠിക്കും, ആൻഡ്രോഗോജി. കേട്ടിട്ടുണ്ടോ? ഓക്കെ, പിന്നെ ഒരു വാക്കാണ് ഹ്യൂറ്റഗോജി എന്ന് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ കേൾക്കാൻ വഴിയില്ല. ഈ ഹ്യൂറ്റഗോജിക്കകത്താണ് എന്റെ റിസർച്ച് കേട്ടോ. അപ്പോൾ സെൽഫ് ഡിറ്റർമൈൻഡ് ലേണിംഗ് എന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട്
എന്താ സ്വന്തമായിട്ട് നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സ് ആരും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് പാരയായിട്ടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ ചില അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കുറയ്ക്കാം, ഓക്കെ എന്നുള്ളതാണ്. അപ്പൊ അതായത് നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഒരുപാട് അറിവുകളുണ്ട്. ഓക്കെ, ആ അറിവുകൾ തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവിലേക്ക് കുട്ടികളെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. എപ്പോഴും ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെ, അറിവുള്ളവരായിരിക്കണമെന്നില്ല. അപ്പൊ കുട്ടികൾ തന്നെ അതിനെ മാക്സിമം സെർച്ച് ചെയ്ത് അതിന്റെ ഓതൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്ന നിലയിലേക്ക് കൊണ്ടുവന്നാൽ കുട്ടി സെൽഫ് ഡിറ്റർമൈൻഡ് ലേണിംഗിലേക്ക് എത്തി എന്നതാണ് എന്റെ പഠന വിഷയം. അതിന്റെ ഒരു മോഡലാണ് ഞാൻ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താവും അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ ഈ സാധനം കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് എന്റെ മോഡൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരും കേട്ടോ, നിങ്ങൾ ടീച്ചറായിട്ട് വരുമ്പോൾ. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ചിലരൊക്കെ മനസ്സിൽ വിചാരിക്കും, ഇത്രയും മാത്രം പാരയാണോ ഈ മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്നതെന്ന്, അല്ലെ? അതല്ലേ? ഇന്ന് ആള് കുറവാണ് കൂടാ. ഇന്ന് എന്ത് പറ്റി? ക്രിസ്മസിന് എല്ലാരും വീട്ടിൽ പോയോ? ലക്ഷ്മി ഉറങ്ങണോ? ലക്ഷ്മി അല്ല സാർ. ഉണ്ട്. ദേവു ഉണ്ട്. ഓക്കെ, ചുമ്മാ വിളിച്ചു നോക്കിയ. സൽമിയ സൗണ്ട് കുറവ് പോലെ തോന്നുന്നു സാർ. എന്റെ സൗണ്ട് ആണോ? കുറച്ചു മുമ്പേ ക്ലാസ് എടുത്തപ്പോ സൗണ്ട് നല്ല കുറവായിരുന്നു. ആണോ? കേൾക്കാൻ പറ്റുന്നില്ലേടാ? ബാക്കി എല്ലാവർക്കും അങ്ങനെയാണോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചു മുമ്പേ നല്ല കുറവായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നോ ഫീൽ ചെയ്തത്? കാരണം ഞാൻ എന്റെ സൗണ്ട് കുറവാണെന്ന്. ക്ലിയർ ആയിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ അപ്പൊ മാക്സിമം ഒച്ചയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്കൊന്ന് നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ കണ്ടെത്തൽ പഠനം കിട്ടിയല്ലോ, ഓക്കെ ആണല്ലോ. ഡിസ്കവറി ലേണിംഗ്, ജെറോമസ് ബ്രൂണർ, ഓക്കെ ആണ്. ശരി, ഇനി അടുത്തത് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറഞ്ഞ ആശയധാന മാതൃക അല്ലെങ്കിൽ ആശയ സമ്പാദന മാതൃക എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആരുടെ ആയിരുന്നു? ജെറോം എസ് ബ്രൂണറിന്റെ ആണ്, അല്ലെ? വലിയൊരു കോൺസെപ്റ്റ് ആണത്, വലിയൊരു ആശയം തന്നെയായിരുന്നു ഇത്. നമ്മൾ ലെസൺ ടെംപ്ലേറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മോഡലിനെ കുറിച്ച് നമ്മൾ എഴുതാറുണ്ട്, അല്ലെ? അവിടെ നമ്മൾ അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുന്ന ഡേവിഡ് അസ്ബലിന്റെ മോഡലും അതുപോലെ തന്നെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ബേസ് ചെയ്തിട്ടുള്ള ലെസൺ പ്ലാൻ ഒക്കെ നിങ്ങൾ മിക്കവാറും എഴുതിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ബി.എഡുകാരാണ് കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്, അല്ലെ? മീൻസ് DLEDുകാരോ TTCക്കാരോ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ലെസൺ പ്ലാൻ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ബി.എഡുകാർ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. ഏറ്റവും പാടുപെട്ട് എഴുതിയ ഒരു ലെസൺ പ്ലാൻ ആണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളതാണ് അന്ന് പഠിച്ചിരുന്ന കാലത്ത്. പക്ഷെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താ ആര്യൊക്കെ കഷ്ടപ്പെട്ടതാണെന്ന് എനിക്കറിയാം, ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 ചിന്തന പ്രക്രിയകളാണ് ആശയ പഠനത്തിന് ഉപയോഗിക്കുന്നത്. എന്താണ് ആശയധാന മാതൃകയിൽ നടക്കുന്നത്? 2 ചിന്തന പ്രക്രിയകളാണ് ആശയ പഠനത്തിന് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ്, എന്താ പറഞ്ഞിരിക്കുന്നേ? തിരഞ്ഞെടുപ്പ്, സെലക്ഷൻ പ്രോസസ്. രണ്ടാമത്തെ എന്താ? സ്വീകരണം, ചിന്തന. അപ്പൊ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിലേക്ക് എത്തുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ തിരഞ്ഞെടുക്കൽ പ്രക്രിയ നടക്കണം, അല്ലെ? നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ടും ആ അറിവുകൾ തിരഞ്ഞെടുക്കാൻ കഴിയണം. ആ പറയുന്ന ആളും കൃത്യമായിട്ടും തിരഞ്ഞെടുത്ത അറിവുകളായിരിക്കണം കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത്. ആ ഒരു തിരഞ്ഞെടുപ്പ് കുട്ടികളിലും ഉണ്ടാകണം. കൃത്യമായിട്ടുള്ള എല്ലാ അറിവുകളും എന്ത് ചെയ്യണം? അങ്ങനെ അടുക്കി വെക്കുകയല്ല വേണ്ട. അവന് വേണ്ട അറിവുകൾ അവൻ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇനി സെലക്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? അത് സ്വീകരിക്കണം, അല്ലെ? സ്വീകരണം, റിസപ്ഷൻ നടക്കണം. അങ്ങനെ റിസപ്ഷൻ നടന്നാൽ മാത്രമേ കൃത്യമായിട്ടും അവന് ആ ഒരു കോൺസെപ്റ്റ്, ആ ആശയം അവന് കൃത്യമായിട്ടും കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എഴുതിയ സമയത്ത് എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് ഞാനിപ്പോ പറഞ്ഞതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ടും തിരഞ്ഞെടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് കുട്ടികൾ അതുപോലെ തന്നെ എടുക്കണമെന്നില്ല. ഓക്കെ, നമുക്കത് ഭയങ്കര കോൺസെപ്റ്റ് ആയിരിക്കും. പക്ഷേ ആ കുട്ടികളിലേക്ക് അത് കൊണ്ടെത്തിക്കുമ്പോൾ, അതായത് ഞാൻ പറയുന്ന ചില എക്സാമ്പിൾസ്,
ഓക്കെ, ചിലർക്ക് അത് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അവന് കോൺസെപ്റ്റ് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? സെലക്ഷൻ പ്രോസസ്സ് ക്ലിയർ ആയിരിക്കണം. അടുത്ത എന്താണ്? സെലക്ഷൻ പ്രോസസ്സ് ക്ലിയർ ആയിരുന്നാൽ കൃത്യമായിട്ട് അവിടെ എന്തും കൂടെ നടക്കും, സ്വീകരണം നടക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെച്ചോണം. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡിലെ എന്തൊക്കെ പ്രോസസ് ആണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? സെലക്ഷൻ പ്രോസസ്സും റിസപ്ഷൻ പ്രോസസ്സും, തിരഞ്ഞെടുപ്പും സ്വീകരണവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ് ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ബോധന മാതൃകകൾക്ക് പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രൂണർ തന്നെയാണ് കേട്ടോ. അപ്പൊ ബോധന മാതൃകകൾ ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഒരു 3-4 പേരുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ PSCക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണ്. ബോധന മാതൃകകൾ ആരാണ് ആദ്യമായിട്ട് അതിനൊരു കോൺസെപ്റ്റ് കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രൂണർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ എന്താണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് മനസ്സിലായല്ലോ. അതിനകത്ത് നടക്കുന്ന രണ്ട് പ്രക്രിയകൾ, എന്ത് പ്രക്രിയകൾ? ചിന്തന പ്രക്രിയകൾ. ഓക്കെ, നമ്മുടെ അവിടെ തോട്ട് പ്രോസസ് എന്താണ് അവിടെ നടക്കുന്നത്? സെലക്ഷൻ നടക്കണം, അതുപോലെ തന്നെ റിസപ്ഷൻ നടക്കണം. സെലക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഓക്കെ, അപ്പൊ ഇത് രണ്ട് പ്രോസസ്സ് നടന്നാൽ മാത്രമേ ഈ ഒരു കോൺസെപ്റ്റ് അറ്റൈൻ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റത്തുള്ളൂ. ഇത് ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് കുട്ടികൾ ചില അധ്യാപകരെ ഇഷ്ടപ്പെടുന്നതെന്നും ചില അധ്യാപകരെ ഇഷ്ടപ്പെടാത്തതിനും കാരണം ചിലപ്പോൾ നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഒരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ കുട്ടികൾക്ക് അത് മനസ്സിലാകാത്തതിന് കാരണം എന്താണ്? അവിടെ സെലക്ഷൻ പ്രോസസ്സ് നടന്നിട്ടില്ല, റിസപ്ഷൻ പ്രോസസ്സും നടന്നിട്ടില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെയാണോ? പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആസ്വദിച്ച് ചിരിക്കും. കാരണം എന്താണ്? അവിടെ സെലക്ഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ട്, അവിടെ റിസപ്ഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ആശയദാന മാതൃക കിട്ടിയോ? ഓക്കെ ആണേ? ഇനി നമ്മൾ വരുന്നത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അപ്പൊ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ലവ് വൈഗോട്സ്കി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തിന് ആള് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം അല്ലെങ്കിൽ നിർമ്മിതി വാദത്തിന് ആരാണ് തറക്കല്ലിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഗോട്സ്കിയാണ്, അല്ലെ? വൈഗോട്സ്കിയാണ്. പഠനം ഒരു സാംസ്കാരിക പ്രക്രിയ, സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞത് ആര്? ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിക്കാം, വൈഗോട്സ്കിയാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എല്ലാം എന്താണ്? പ്രീവിയസ് ആണ് കേട്ടോ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്താ അത്? സമീപസ്ഥ വികസന മേഖല, അതായത് ZPD എന്ന് പറയും, സമീപസ്ഥ വികസന മേഖല. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അത് തന്നെയാണ് ZPD എന്ന് പറയുന്ന ആ ഒരു ആശയം കൊണ്ടുവന്നത് ആര്? എന്താ ഇതിന്റെ മലയാളം വാക്ക്? സമീപസ്ഥ വികസന മേഖല. ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈഗോട്സ്കിയാണ്. അപ്പൊ ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് സാംസ്കാരിക പ്രക്രിയയാണെന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. ZPDയെ കുറിച്ച് സമീപസ്ഥ വികസന മേഖല. ഓക്കെ, അപ്പൊ ഈ ZPDക്കകത്ത് പറഞ്ഞിരിക്കുന്ന 3-4 വാക്കുകളുണ്ട്. ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്, യഥാർത്ഥ വികസന തലത്തെക്കുറിച്ചും, ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, വികസന ശേഷി തലത്തെക്കുറിച്ചും, സ്കഫോൾഡിംഗ്, കൈത്താങ് എന്ന വാക്കിനെ കുറിച്ചും ഒക്കെ ആരാണ് പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഗോട്സ്കിയാണ്. അപ്പൊ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിനകത്ത് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം? യഥാർത്ഥ വികസന തലവും അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ വികസന ശേഷി തലത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ കൈത്താങ് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യത്തെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന, കൈത്താങ് എന്ന് പറയുന്ന വാക്ക്, സ്കഫോൾഡ് എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത് ജെറോം ബ്രൂണർ ആണ്. ജെറോമസ് ബ്രൂണർ ആണ് കൈത്താങ്. പക്ഷെ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്, മാറിപ്പോരുത്, ആശയം കൊണ്ടുവന്നത് ആരാണ്? വൈഗോട്സ്കിയാണ്. പക്ഷെ അതിന് സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന വാക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു പദം കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ജെറോം എസ് ബ്രൂണർ ആണ്. അപ്പൊ ആശയം കൊണ്ടുവന്നത് വൈഗോട്സ്കിയും പദം കൊടുത്തത് ബ്രൂണറുമാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ എന്താണ് ഈ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ടും അറിയാം എന്താണ് ZPD എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിയുടെ യഥാർത്ഥ വികസന തലത്തിൽ നിന്ന് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ, അറിവ് കൊടുത്തു കഴിയുമ്പോൾ കുട്ടി അവന്റെ മാക്സിമം വികസന ശേഷി തലത്തിലേക്ക് ഉയരും.
ഇതിന് ഇടയ്ക്കുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സമീപസ്ഥ വികസന മേഖല എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിക്ക് ഒരു കൈത്താങ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് കൃത്യമായിട്ടും കിട്ടും അല്ലെ? ഇവിടെയാണ് ടീച്ചറിന്റെ റോള്. അപ്പൊ വാട്ട് ഈസ് ദ റോൾ ഓഫ് ടീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് NCTE പല പ്രാവശ്യവും പല റോളുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു റോളാണ് വി ആർ സ്കഫോൾഡേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് സ്കഫോൾഡ്? ഇപ്പൊ പെയിന്റ് കടിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പൊക്കത്തിൽ പണിക്കാർ ചെയ്യുന്ന ആ ഒരു കെട്ടിക്കെട്ടി ഏണി പോലെ കെട്ടിക്കെട്ടി പോകുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് സ്കഫോൾഡർ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്കഫോൾഡ് എന്നാണ് അതിന് പറയുന്ന പേരും അത് തന്നെയാണ്. ഈ സാധനം തന്നെയാണ് അവന് കയറിപ്പോകാനുള്ള പടി അല്ലെ? അതിനെയാണ് സ്കഫോൾഡ്. ഇതാണ് ടീച്ചർ. അപ്പൊ ടീച്ചറിനെ സ്കഫോൾഡർ എന്ന് ആദ്യമായിട്ട് ഒരു അധ്യാപികയെ സ്കഫോൾഡർ എന്ന് വിളിക്കുന്ന രീതി വരുന്നത് എവിടെയാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിനകത്ത്. കാരണം ഒരു സാംസ്കാരിക പ്രക്രിയയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത് സ്കഫോൾഡർ ആണ്. എന്നാൽ ഇപ്പോൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫെസിലിറ്റേറ്റർ ആണ്. ഓക്കെ, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്നാണ് NCTE പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫെസിലിറ്റേറ്റർ, അതായത് ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തില്ല, നമുക്ക് ഭയങ്കരമായി ടീച്ചർ എന്നുള്ള പേര് പോലും അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അധ്യാപികയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുന്ന വ്യക്തിയാണ്. ഫെസിലിറ്റേറ്റർ എന്നാണ് പറയുന്നത്. ടീച്ചർ ആസ് സ്കഫോൾഡർ മാത്രമല്ല ഫെസിലിറ്റേറ്ററും കൂടെ ആണ് എന്നാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതാണ് സംഭവം. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, യെസ്. ഇനി ഇവിടെ നോക്കിക്കേ, വായനശേഷി വികാസത്തിന് വൈഗോട്സ്കി നിർദ്ദേശിച്ച പഠന തന്ത്രം. ഓക്കെ, വായനശേഷി വികാസത്തിന് വൈഗോട്സ്കി നിർദ്ദേശിച്ച പഠനതന്ത്രം. അപ്പം വായനശേഷി വികാസത്തിന് വേണ്ടിയിട്ട് സംഭാവന നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? വൈഗോട്സ്കി എന്ന് പറയുന്നത്. അദ്ദേഹം ഉപയോഗിച്ച ഒരു പഠന തന്ത്രമുണ്ട്. എന്താണ്? പ്രതിക്രിയാധ്യാപനം. എന്താണത്? റെസിപ്രോക്കൽ ടീച്ചിങ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം. റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയാധ്യാപനം. എന്താണ്? റെസിപ്രോക്കൽ ടീച്ചിങ് ആര് കൊണ്ടുവന്നു? വൈഗോട്സ്കി കൊണ്ടുവന്നു. എന്തിനു കൊണ്ടുവന്നു? വായനശേഷി വികാസത്തിന്, കുട്ടികളുടെ വായനശേഷി വികാസത്തിനാണ് അത് കൊണ്ടുവന്നത്. ഇവിടെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടോ? ആദ്യം സമ്മറൈസിങ്, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ജനറേറ്റിംഗ്, ക്ലാരിഫയിങ്, പ്രെഡിക്റ്റിംഗ്. ഇങ്ങനെ കുറെ പ്രോസസ്സിൽ കൂടെയാണ് ഈ പ്രതിക്രിയ അധ്യാപനം പോകുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം, ഒരു അസൈൻഡ് ടെക്സ്റ്റ് ഒരു കുട്ടിക്ക് കൊടുക്കും, ഹൈലൈറ്റഡ് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കും, എന്നിട്ട് ഒരു പാരഗ്രാഫ് കൊടുക്കും, എന്നിട്ട് പ്യൂപ്പിൾസ് ജനറേറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ഇൻഫോർമേഷൻ ഹൈലൈറ്റഡ്. അപ്പൊ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് കുട്ടികൾ എന്തുണ്ടാക്കണം? ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ അതിനകത്ത് പീപ്പിൾസ് മേക്ക് കോൺസെർട്ടഡ് അറ്റംപ്റ്റ്സ് ടു ക്ലാരിഫൈ കോൺസെപ്റ്റ്സ് ഓർ വൊക്കാബുലറി ദാറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് തന്നെ അവിടെ നമ്മൾ നേരത്തെ ആശയദാന മാതൃകയും ആശയ സമ്പാദന മാതൃകയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അവിടെ നമ്മൾ ചോദ്യം ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. അത് പ്രതിക്രിയ അധ്യാപനത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. കുട്ടികൾ ചോദ്യം ചോദിക്കാൻ, അതായത് നമ്മൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ കുട്ടികൾ എന്ത് ചെയ്യില്ല, അതിനകത്ത് പഠനം നടക്കില്ല. സാധാരണ പണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയ, നമ്മളൊക്കെ കുഞ്ഞു ക്ലാസ്സിലായിരുന്നപ്പോൾ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവിടെ ഇരിടാം നിന്റെ ഒരു സംശയം എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ട്. എല്ലാ സംശയങ്ങൾക്കും അല്ല കേട്ടോ, ചില സംശയങ്ങൾക്കാണ് കൂടുതൽ അങ്ങനെ കിട്ടിയിട്ടുള്ളത്. ആവശ്യമില്ലാത്ത സംശയങ്ങൾ ചോദിക്കാം. അങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇരിടാന്ന് പറയാം. പക്ഷെ എല്ലാത്തിനകത്ത് കയറി പറയാൻ പറ്റുമോ? കുട്ടി എന്ത് ചെയ്യും? അത്യാവശ്യത്തിന് വേണ്ടിയാ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യം കേൾക്കുമ്പോൾ അവിടെ ഇരിടാ നിന്റെ സംശയം എന്ന് പറയാൻ കാരണം ടീച്ചർ ഒരു പക്ഷേ ആ അധ്യാപകൻ എന്ത് ചെയ്ത് കാണില്ല, അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കാണില്ല. അപ്പൊ അടിച്ചമർത്തി ഇരുത്തി കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ ചോദ്യം ചോദിക്കില്ല. അവന് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടണമെന്നുള്ള ആഗ്രഹമുണ്ടാവോ? ഇല്ല. അപ്പോ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് ആ കുട്ടി വീണ്ടും വായിച്ച് മനസ്സിലാക്കുകയാണ് അല്ലെ. വായനശേഷി വികാസത്തിന് കാരണമാവുകയാണ്. അവൻ കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റിയിലേക്ക് വരികയാണ്. ഇതിന്റെയൊക്കെ തുടർ
പ്രക്രിയകളാണ് നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ടെക്സ്റ്റുകൾ മീൻസ് പാഠഭാഗങ്ങൾ നമ്മളെ കൊണ്ടൊക്കെ വായിച്ച് തകർത്തിട്ടുണ്ട് അല്ലെ. നമ്മളിങ്ങനെ എഴുപ്പിച്ച് നിർത്തി വായിപ്പിക്കും, അതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ചോദ്യം ജനറേറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കും. ഈ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ പ്രെഡിക്റ്റിംഗ് എന്ന് പറയുന്നതാണ് അവസാനത്തെ. പീപ്പിൾസ് ഡെലിബറേറ്റ് ഓൺ വാട്ട് ഈസ് ഇംപ്ലൈഡ് ഇൻ ദ ടെക്സ്റ്റ് ആൻഡ് മേക്ക് കണക്ഷൻസ് ടു പ്രയർ നോളജ് എന്നുള്ളതാണ്. അപ്പോ ഇതിനകത്ത് കുട്ടി എന്ത് ചെയ്യുകയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് അല്ലേ അവിടെ നടക്കുന്നത്. കൃത്യമായിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു, ആ പ്രശ്ന നിർദ്ധാരണം നടത്തുകയല്ലേ അവിടെ ചെയ്യുന്നത്. അവന് പണ്ടുണ്ടായിരുന്ന കോൺസെപ്റ്റുമായിട്ട് അവൻ കണക്ട് ചെയ്യും അല്ലെ. അവൻ ആ വരുന്ന ക്ലാരിറ്റി വരുത്തിയ ആ ഒരു സംഭവം വെച്ചിട്ട് അവൻ കണക്ട് ചെയ്യും. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയല്ലേ, ഈ സംഭവത്തിന്റെ കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പണ്ട് പഠിച്ചതുമായിട്ട് ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ പറയുന്ന പിന്നെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പ്ലാൻഡ് അല്ല. ഈ ക്ലാസ്സിൽ പറയുന്ന ഉദാഹരണങ്ങളായിരിക്കില്ല അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. അപ്പോഴെന്താണോ തോന്നുന്നത്, എങ്ങനെ എനിക്കത് പറ്റുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഈ വായനാശേഷി വികാസം കൂടുന്നത് കൊണ്ടാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നത് എന്താണ്, കൂടുതലായിട്ട് എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ എനിക്ക് റാങ്ക് ഫയലിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നാൽ മതി അല്ലെ. ഇത്രയും കാര്യങ്ങളൊന്നും വാതോരാതെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല, ക്ലാസ് ഒക്കെ പെട്ടെന്ന് തീരും. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വായിക്കുന്നത് അവരുടെ പ്രബന്ധങ്ങളാണ്, അവരുടെ തീസിസ് ആണ്, അവര് ഇറക്കിയിരിക്കുന്ന പേപ്പർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് ആണ്, വായിച്ചിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സിൽ കയറി ഇരുന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് വായനാശേഷി വികാസത്തിന് അപ്പൊ വൈഗോട്സ്കി നിർദ്ദേശിച്ചത് റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. അപ്പൊ ഇത് പഠിച്ചു വെച്ചോ. ഇതിന്റെ മലയാളം വാക്ക് മറന്നു പോരുത്, പ്രതിക്രിയ അധ്യാപനം എന്ന് പറയും. ഓക്കെ, പ്രതിക്രിയ അധ്യാപനം എന്ന് പറയും. അല്ലാതെ ടീച്ചർ തന്നെ എല്ലാം പഠിപ്പിച്ച് കുട്ടികൾക്ക് ക്വസ്റ്റ്യനും കൊടുത്ത് പോകുന്ന രീതിയല്ല ഇത് റെസിപ്രോക്കൽ ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കിട്ടിയോടാ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? അപ്പോ വൈഗോട്സ്കി എന്താ പറഞ്ഞിരിക്കുന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ കിട്ടിയല്ലോ. പഠനം ഒരു സാംസ്കാരിക പ്രക്രിയയാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD യെ കുറിച്ച് പറഞ്ഞത്, സമീപസ്ഥ വികസന മേഖലയെ കുറിച്ച് പറഞ്ഞത് ആരാണ്? വൈഗോട്സ്കി ആണ്. യഥാർത്ഥ വികസന തലം, ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? വൈഗോട്സ്കി ആണ്. ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, വികസന ശേഷി തലത്തിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? വൈഗോട്സ്കി ആണ്. സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന കൈത്താങ്ങിന്റെ പ്രത്യേകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞത് ആരാണ്? വൈഗോട്സ്കി ആണ്. എന്നാൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് അല്ലെങ്കിൽ വാക്ക് കൊണ്ടുവന്നത് ആരാണ്? ജെറോമസ് ബ്രൂണർ ആണ് എന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പറഞ്ഞത് പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ്ങിനെ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈഗോട്സ്കി ആണ്. എന്താണ് ഈ പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള എന്താണ് ആശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിയുടെ അല്ലെങ്കിൽ പഠിതാവിന്റെ വായനാശേഷി വികാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഏതെന്ന് പറയുന്നത് പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? കൃഷ്ണേന്ദു? ഓക്കെ, ശരി. ഇനി അടുത്ത് നമ്മൾ വരുന്നത് സ്വീകരണ പഠനം. ഇച്ചിരി പാടുള്ള പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ കേട്ടോ. പക്ഷെ ഞാൻ ആവശ്യമുള്ള സാധനം മാത്രമേ തരുന്നുള്ളൂ. ഇത്രയും പഠിച്ചാൽ മതി, വെറുതെ വാരി വലിച്ച് പഠിക്കല്ലേ, എല്ലാം കൺഫ്യൂഷൻ ആയി പോകും. അടുത്ത് എന്താ? സ്വീകരണ പഠനം. നമ്മൾ ഈ ഒരു സ്വീകരണത്തിനെ കുറിച്ച് എവിടെയോ കേട്ടല്ലേ? എവിടെയോ സ്വീകരണത്തിനെ കുറിച്ച് കേട്ടത്? റിസപ്ഷനെ കുറിച്ച് നമ്മൾ 2 പദങ്ങൾ പഠിച്ചു. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിനകത്ത് 2 വാക്കുകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെ 2 വാക്കുകൾ? ആദ്യത്തെ എന്തായിരുന്നു? സെലക്ഷൻ അല്ലെ. സെലക്ഷനും അതുപോലെ തന്നെ എന്താണ്? സ്വീകരണവും. അപ്പൊ അതെല്ലാം കണക്റ്റഡ് ആണ്. ഇതെന്താ? സ്വീകരണ പഠനം അല്ലെങ്കിൽ അർത്ഥപൂർണമായ ഭാഷാപര പഠനം, മീനിങ് വെർബൽ ലേണിംഗ് അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിങ്ങിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ആര് വന്നത്? ഡേവിഡ് ഓസ്ബെൽ വന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു മോഡലാണ് AOM, അതായത് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അപ്പൊ ZPD കൊണ്ടുവന്നത് ആരാണ്? വൈഗോട്സ്കി ആണ് അല്ലെ. ZPD കൊണ്ടുവന്നത് വൈഗോട്സ്കി. AOM അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അല്ലെങ്കിൽ സ്വീകരണ പഠനം, റിസപ്ഷൻ ലേണിംഗ് അല്ലെങ്കിൽ അർത്ഥപൂർണമായ ഭാഷാപര പഠനം, മീനിങ് വെർബൽ ലേണിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഡേവിഡ് ഓസ്ബെൽ ആണ്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ നമ്മൾ ആശയ സമ്പാദന മാതൃക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞു സെലക്ഷനും അതുപോലെ തന്നെ റിസപ്ഷനും. കുഞ്ഞുങ്ങളെ,
ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോണേ. അപ്പോ ഏതിനകത്താണ് അത് വരുന്നത്? ആശയദാന കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിനകത്ത് വരുന്ന രണ്ട് പ്രക്രിയ, ചിന്തന പ്രക്രിയ, തോട്ട് പ്രോസസ് ആണ് ഏതൊക്കെ? സെലക്ഷനും റിസപ്ഷനും. ഇനി എക്സ്പോസിറ്ററി, കമ്പാരറ്റീവ്. ഓക്കെ, അടുത്ത വാക്കാണ്. ഓക്കെ, എക്സ്പോസിറ്ററി അതായത് വിശദീകരണ രീതി, താരതമ്യ രൂപം. ഓക്കെ, ഇത് രണ്ടും അല്ലെങ്കിൽ താരതമ്യ രീതി, ഇത് രണ്ടിനെ കുറിച്ചും പറയുന്നത് ഏതിനകത്താ? അഡ്വാൻസ് ഓർഗനൈസർ മോഡലിനകത്താണ്. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ, രണ്ട് തോട്ട് പ്രോസസ് പറയുന്നുണ്ട്. ഒന്ന് ഏതാണ്? വിശദീകരണ രീതിയാ, എക്സ്പോസിറ്ററി മോഡലാണ്. ഓക്കെ, എക്സ്പോസിറ്ററിയും. രണ്ടാമത്തെ ഏതാണ്? കമ്പാരറ്റീവ് ആണ്, അല്ലെങ്കിൽ താരതമ്യ രൂപം. ഓക്കെ, കോമ്പറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പോസിറ്ററി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ രണ്ടും വരുന്നത് അഡ്വാൻസ് ഓർഗനൈസർ മോഡലിലാണ്. കിട്ടിയോടാ കുഞ്ഞുങ്ങളെ? എക്സ്പോസിറ്ററിയും അതുപോലെ തന്നെ കമ്പാരറ്റീവ് മോഡലും, അതായത് വിശദീകരണ രീതിയും താരതമ്യ രൂപവും വരുന്നത് ആരിലാണ്? അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ആര് കൊണ്ടുവന്നു? ഡേവിഡ് ഓസ്ബെൽ കൊണ്ടുവന്നു. അദ്ദേഹം എന്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്? സ്വീകരണ പഠനത്തിനെ കുറിച്ചാണ് പറയുന്നത്. റിസപ്ഷൻ ലേണിംഗ് അല്ലെങ്കിൽ അർത്ഥപൂർണമായ ഭാഷാപര പഠനത്തെ കുറിച്ച് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ഡേവിഡ് ഓസ്ബെൽ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ ഇന്ന് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ? നമ്മൾ ഇന്ന് പഠിച്ചത് പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന വൈജ്ഞാനിക പഠനം, ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, വൈഗോട്സ്കി. ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത് ജീൻ പിയാഷെ. ഓക്കെ, എന്താ ജെനസിസ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്ഭവസ്ഥാനം, ഒറിജിൻ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ജനിതകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും. ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന പദം കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് വൈഗോട്സ്കി ആണോ, അല്ലെ അത് ബ്രൂണർ ആണോ? അല്ല. ആരാണ്? ജീൻ പിയാഷെ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അദ്ദേഹം കൊണ്ടുവന്ന 3 വാക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സ്കീമ, ഏറ്റവും ചെറിയ ഏകകം, വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും ചെറിയ ഏകകം, സ്കീമുകളുടെ എണ്ണവും വൈവിധ്യവും ഗുണനിലവാരവും എത്ര ചിട്ടയായി അത് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നതിനൊക്കെ വെച്ചിരിക്കും. അല്ലെങ്കിൽ എന്താണ് വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത എന്ന് പറയുന്നത്? വ്യക്തി കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കും തോറും സ്കീമുകളുടെ എണ്ണവും സങ്കീർണതയും വർദ്ധിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. സ്വാംശീകരണം, അസിമുലേഷനകത്ത് നമ്മൾ പഠിച്ചു കുറെ വാക്കുകൾ. ഇൻവേഷനും ഇക്വിലിബ്രേഷനും ഒക്കെ പഠിച്ചു. സന്തുലനവും അധിനിവേശവും ഒക്കെ നമ്മൾ പഠിച്ചു. എവിടെ? സ്വാംശീകരണത്തിനകത്ത് പഠിച്ചു. സംസ്ഥാപനത്തിനകത്ത് ഉറപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ത്? സംസ്ഥാപനം എന്ന് പറയുന്നത്. ഇമേജസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നമ്മൾ സ്കീമ കണ്ടു. പിന്നെ നമ്മൾ ഏത് കണ്ടു? അസിമുലേഷൻ കണ്ടു. ദെൻ അക്കോമഡേഷൻ കണ്ടു. പ്രോസസ്സ് കൃത്യമായിട്ടും കുട്ടി മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ് ആണ്, ജെറോമസ് ബ്രൂണറിന്റെ. ദെൻ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബുക്കിനകത്താണ് ഈ കണ്ടെത്തൽ പഠനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പഠിക്കൽ, ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ചാക്രിക ആരോഹണ രീതി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദെൻ അതുപോലെ തന്നെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലെങ്കിൽ ആശയദാന മാതൃക, ആശയ സമ്പാദന മാതൃക, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് ആരാണ്? ജെറോമസ് ബ്രൂണർ ആണ്. അപ്പോ 1915 ബ്രൂണർ എന്ത് കൊണ്ടുവന്നത്? കണ്ടെത്തൽ പഠനം കൊണ്ടുവന്നത്. ദെൻ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ ആശയദാന മാതൃകയുടെ 2 ചിന്തന പ്രക്രിയകളാണ് തിരഞ്ഞെടുപ്പും സ്വീകരണവും. അതുപോലെ തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് എന്നുള്ള ആശയം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പരീക്ഷണം നടത്തുകയും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ബ്രൂണർ തന്നെയാണ്. ദെൻ വൈഗോട്സ്കി ആണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവ്, ഉപജ്ഞാതാവ് എന്നൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ പഠനം ഒരു സാംസ്കാരിക പ്രക്രിയയാണ്, സോഷ്യൽ പ്രോസസ് ആണ് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈഗോട്സ്കി ആണ്. ZPD കുറിച്ച് പറഞ്ഞത്, സമീപസ്ഥ വികസന മേഖലയെ കുറിച്ച് പറഞ്ഞത് വൈഗോട്സ്കി ആണ്. യഥാർത്ഥ വികസന തലം, ആക്ച്വൽ ഡെവലപ്മെന്റ്, പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, വികസന ശേഷി തലം, സ്കഫോൾഡിംഗ് എന്ന ആശയം കൊണ്ടുവന്നതും വൈഗോട്സ്കി ആണ്. എന്നാൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത് ബ്രൂണർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നും പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. വായനാശേഷി വികാസത്തിന് വൈഗോട്സ്കി നിർദ്ദേശിച്ച പഠനതന്ത്രം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഉണ്ട്. അത് പ്രതിക്രിയാധ്യാപനമാണ്, റെസിപ്രോക്കൽ ടീച്ചിങ്. ഓക്കെ, റെസിപ്രോക്കൽ ടീച്ചിങ്. പിന്നെ നമ്മൾ പറഞ്ഞ സ്വീകരണ പഠനം ഡേവിഡ് ഓസ്ബെൽ ആണ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുന്ന മോഡൽ കൊണ്ടുവന്നത് ഡേവിഡ് ഓസ്ബെൽ ആണ്. അതിന്റെ 2 വാക്കുകൾ പഠിച്ചു വയ്ക്കുക. റിസപ്ഷൻ ലേണിംഗ്, സ്വീകരണ പഠനം, അർത്ഥപൂർണമായ ഭാഷാപര പഠനം, മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്. ഈ പറയുന്ന അഡ്വാൻസ് ഓർഗനൈസർ മോഡലിനകത്ത് 2 പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
രണ്ട് പിന്നെ കാറ്റഗറീസ് ഉണ്ട്. അതിനകത്ത് എക്സ്പോസിറ്ററി വിശദീകരണ രീതിയുമുണ്ട്, അതുപോലെ തന്നെ താരതമ്യ രൂപവും. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ അഡ്വാൻസ് ഓർഗനൈസർ മോഡല് പഠിക്കുന്നത്. ക്ലിയർ ആയോടാ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്നാൽ നമുക്കൊരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ഇന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ ആണോ? മടുത്തോ? മടുത്തുന്നാണോ ആര്യ? മടുത്തുന്നാണോ? പഠിക്കാന്നാണ് അല്ലെ? ഓക്കെ, പഠനത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാം എന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഒരു ഡൗട്ട്, ഒരു സ്റ്റേജ് തിയറി കേൾക്കാമോ? കേട്ടില്ല, പറഞ്ഞോ. സെറീനയാണോ ചോദിച്ചേ? ബ്രൂണറിന്റെ നോട്ടിലെ ഒരു സ്റ്റേജ് തിയറി എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഉണ്ട്. സ്റ്റേജ് തിയറി ഉണ്ട്. ഞാൻ തന്നെ പഠിപ്പിച്ചതാണ് സ്റ്റേജ് തിയറി. അതെ, യെസ്. സ്റ്റേജ് തിയറി ഉണ്ട്. അത് നമ്മൾ ഈ പറയുന്നത് പോലെ ഞാനത് വിട്ടുപോയതല്ല. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഓക്കെ, അതും കൂടെ എഴുതി വെച്ചോളൂ. സ്റ്റേജ് തിയറി എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നത് ബ്രൂണർ ആണ്, ജെറോമസ് ബ്രൂണർ ആണ് എന്ന് ഒന്ന് എഴുതി വെച്ചോളൂ. സ്റ്റേജ് തിയറി കേട്ടോ, സ്റ്റേജ് തിയറി. സർ, കഴിഞ്ഞ നോട്ട്സ് ഇട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? ഇട്ടില്ലേടാ? കുഴപ്പമില്ല ഷെഹന, ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ടേക്കാം. ഞാനത് ഷെഹനയ്ക്ക് തിരിച്ച് പിന്നെ ഈ പറയുന്നത് പോലെ ആൻസർ തന്നിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണവശാൽ, കാരണം എന്തായിരുന്നു, എന്തൊക്കെ കാരണം കൊണ്ട് അത് വിട്ടുപോയതാണ്. പിന്നെ എന്നെ ഷെഹന ഓർമ്മിപ്പിച്ചില്ല. എന്നെ 1-2 പ്രാവശ്യം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. ഒരുപാട് ഓർമ്മയുള്ള മനുഷ്യനാണ്. ഓക്കെ. എടാ, വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ സെറീന അന്ന് പറഞ്ഞതിനകത്ത്? കയ്യിലുണ്ടല്ലേ നോട്ട്? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ലേണിംഗ് കർവിനെ കുറിച്ചും പഠിക്കാം. നമ്മളിപ്പോ ലേണിംഗ് തിയറീസിനെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഏതും കൂടെ പഠിക്കാം? പഠനവക്രത്തെ കുറിച്ചും കൂടെ പഠിക്കാം. അതായത് ലേണിംഗ് കർവ് എന്ന് പറയും. പഠനവക്രം എന്ന് പറയുന്നത് ലേണിംഗ് കർവ് എന്ന് പറയും. എന്താണ് ലേണിംഗ് കർവ്? ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? പഠനവക്രം എന്ന് പറയും. എന്താണ് ഈ പഠനവക്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഈ പഠനവക്രം? ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ലേഖീയ ചിത്രീകരണം. അപ്പൊ എന്താണ്? നമ്മളൊരു പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ പ്രോഗ്രസ്? നിങ്ങൾ ഒരു കാര്യം ചെയ്യോടാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് എടുത്ത് വെച്ചേ. ബുക്കിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാഫ് വരയ്ക്കണം. പെട്ടെന്ന് വരയ്ക്കുക, ഒരു ഗ്രാഫ് വരച്ചേ. എന്താ ഗ്രാഫ് വരയ്ക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുത്തോ? എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുത്തോ? ഇനി നിങ്ങൾ വരയ്ക്കേണ്ടത് നിങ്ങളുടെ പഠനത്തിന്റെ പുരോഗതി. ഓക്കെ, ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയായിരുന്നു, ഇപ്പോ എങ്ങനെ നിൽക്കുന്നു എന്നൊന്ന് പെട്ടെന്ന് വരച്ചേ. ഒന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വഴിയില്ലല്ലോ ദൈവമേ. ഓക്കെ, ശരി. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ഞെട്ടിക്കാണും അല്ലെ? എന്തുമാത്രം പുരോഗതിയാണ് അവിടെ ഉണ്ടായെന്നുള്ളത്. ഒന്ന് ഞെട്ടിക്കോളൂ, നന്നായിട്ട് ഞെട്ടിക്കോളൂ. ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ലേഖീയ ചിത്രീകരണം. ആവർത്തന പരിശീലനം, ആവർത്തന പഠനം. ആര് പറഞ്ഞതാ ആവർത്തന പഠനം? ആവർത്തന പഠനം ആരുടെ? ഇതിനകത്ത് കേറ്ററ്റുകാരുണ്ട്. ആരാ? അല്ലല്ലേ, ഞാൻ മതിയാക്കിയിട്ട് പോവാ. ഞാൻ സൈക്കോളജി വെറുത്തു. ആവർത്തന പഠനം ആരാ? ഇന്നും കൂടെ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞത് ആവർത്തന പഠനം ആരുടെ? സെറീന അങ്ങനെ പറഞ്ഞു കൊടുക്ക. ഓക്കെ, അത് തന്നെ 3 നിയമങ്ങളും കൂടെ അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ആവർത്തന പഠനം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലെ? നിത്യാഭ്യാസി ആനയെ ഉയർത്തും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? ആനയുടെ പിക്ചർ മാത്രം കണ്ടുകൊണ്ടിരുന്നു, വേറെ ഒന്നും കണ്ടില്ല. ശരി, അപ്പൊ എന്താണ്? ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ലേഖീയ ചിത്രീകരണമാണ് ഏതെന്ന് പറയുന്നത്? പഠനവക്രം അല്ലെങ്കിൽ ലേണിംഗ് കർവ് എന്ന് പറയുന്നത്.
പഠിതാവിന്റെ പഠനം എങ്ങനെ മെച്ചപ്പെട്ടു എന്നതിന്റെ രേഖയാണ്. ഓക്കെ, ഈ രേഖയാണ് ഞാൻ നിങ്ങളുടെ എക്സാം കഴിയുമ്പോൾ അത് ഇങ്ങനെ വരച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒരു ദിവസം ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഇപ്പം ക്രിസ്മസ് സെലിബ്രേഷനിൽ കൂടെയൊക്കെ അല്ലേ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പിടിച്ചിരുത്തി നിങ്ങൾ എല്ലാവരും പ്രസന്റ് ആയിരിക്കണം. ഞാൻ കൃത്യമായിട്ടും ഇത് അനാലിസിസ് നടത്തി പറയുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവണം കേട്ടോ, എല്ലാവരും കേൾക്കണം എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രസ് എന്നുള്ളത്. ഞാൻ ബാക്കി പിന്നെ പറയാം. ഓക്കെ, പഠിതാവിന്റെ പഠനം എങ്ങനെ മെച്ചപ്പെട്ടു എന്നതിന്റെ രേഖ. കുഞ്ഞുങ്ങൾ നിർത്തിയിട്ടൊന്നും പോവല്ലേ കേട്ടോ, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഒന്നും ഞാൻ പറയില്ല, നിങ്ങൾ വഴക്ക് പറയില്ല, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, പഠിതാവിന്റെ പഠനം എങ്ങനെ വേണ്ടെന്നോ? ഈ CG എടുത്ത പോലെ ഉണ്ടാവും ഗ്രാഫ്. അല്ല, ഈ രേഖ കാണത്തില്ല, എനിക്കറിയാം. ഈ രേഖ ഇതിനകത്തിരിക്കുന്ന പല കുഞ്ഞുങ്ങളുടെ കയ്യിലും ഈ രേഖയില്ല. ലേണിംഗ് കർവ് എന്ന് പറയുന്ന സംഭവമില്ല. എന്താ സംഭവം? പരിശീലനത്തിനിടയ്ക്ക് കൂടെ പ്രകടനം അളന്ന് നിർണയിക്കും. ഓക്കെ, ലേണിംഗ് കർവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. പരിശീലനത്തിനിടയ്ക്ക് കൂടെ പ്രകടനം അളന്ന് നിർണയിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടല്ലേ. അപ്പൊ അവിടെ നമുക്ക് സ്വതന്ത്ര ചരം അല്ലെങ്കിൽ ആശ്രിത ചരം, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ്? കാലയളവുകളും പഠനത്തിന്റെ അളവും. അതായത് നമുക്കറിയാം എമൗണ്ട് ഓഫ് ലേണിംഗ്. അപ്പൊ അത് നമുക്ക് വൈ ആക്സിസിൽ വെക്കേണ്ടി വരും അല്ലെ. അതായത് പഠനത്തിന്റെ അളവാണ് നമുക്കിവിടെ ആശ്രിത ചരത്തിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ വൈ ആക്സിസിൽ വരുന്നത് പഠനത്തിന്റെ അളവ്. ഇവിടെ ശ്രദ്ധിച്ചോണേ. ദെൻ സ്വതന്ത്ര ചരത്തിനകത്ത് വരുന്നത് യൂണിറ്റ്സ് ഓഫ് ടൈം ആണ്. അതായത് ഇവിടെ വരുന്നത് എന്താണ്? കാലയളവുകളാണ്. യൂണിറ്റ് ഓഫ് ടൈം, എന്തുമാത്രം സമയം എടുക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? കുട്ടിയുടെ പ്രോഗ്രസിനെ കുറിച്ച് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ കുട്ടിയുടെ പ്രോഗ്രസ് വരയ്ക്കുന്നത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് സ്വതന്ത്ര ചരം, എന്താണ് ആശ്രിത ചരം? എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിനകത്ത് കാലയളവുകളാണ്, യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് നമ്മൾ എഴുതുന്നത്. ആശ്രിത ചരത്തിനകത്ത് പഠനത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് ലേണിംഗ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഇത്? ഇതിൽ നിന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇതാണ്. എന്താണ് പഠനവക്രം? ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന രേഖീയ ചിത്രീകരണമാണ് എന്താ പഠനവക്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഠിതാവിന്റെ പഠനം എങ്ങനെ മെച്ചപ്പെട്ടു എന്നതിന്റെ രേഖ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലേണിംഗ് കർവ് എന്ന് പറയുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ചാൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വതന്ത്ര ചരത്തിൽ എന്താണ് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആശ്രിത ചരത്തിൽ എന്താണ് വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള പഠന വക്രങ്ങളെ കുറിച്ചാണ്. നമുക്കിവിടെ പഠിക്കാനുള്ളത് 4 പഠന വക്രങ്ങളാണ്. 4 തരത്തിലുള്ള പഠന വക്രങ്ങളാണ്. അപ്പൊ ഈ വാക്കുകൾ പഠിച്ചു വെക്കണേ കുഞ്ഞുങ്ങളെ. അപ്പൊ ആദ്യത്തെ പഠന വക്രം എന്ന് പറയുന്നത് എന്താണ്? ഋജുരേഖാ വക്രം. എന്താണ്? ഋജുരേഖാ വക്രം, സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയും. എന്താണ് ഋജുരേഖാ വക്രം എന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. സ്ട്രെയിറ്റ് ലൈൻ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോടാ? ഓക്കെ ആണോ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. ഇനി അടുത്ത് എന്താ? ഉന്മധ്യവക്രം. ഉന്മധ്യവക്രം എന്ന് പറയുന്നത് എന്താ? കോൺവെക്സ് കർവ് ആണ്. എന്താ? കോൺവെക്സ് കർവ് ആണ് ഉന്മധ്യവക്രം എന്ന് പറയുന്നത്. കോൺവെക്സ് കർവ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? കോൺവെക്സ് കർവ്. നദമധ്യവക്രം എന്താണത്? കോൺകേവ് കർവ് ആണ്. ഓക്കെ, നദമധ്യവക്രം എന്ന് പറയുന്നത് കോൺകേവ് കർവ് ആണ്. അടുത്തെന്താ? സമ്മിശ്രവക്രം. അപ്പൊ ഇനി അത് എന്തായാലും നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. സമ്മിശ്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മിക്സഡ് ആണ് അല്ലെ. മിക്സഡ് കർവ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഋജുരേഖ വക്രം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ കർവും, ഉന്മധ്യവക്രം എന്ന് പറയുന്നത് കോൺവെക്സ് കർവും, നദമധ്യവക്രം എന്ന് പറയുന്നത് കോൺകേവ് കർവും. അപ്പൊ ഇതിനകത്ത് സ്ട്രെയിറ്റ് ലൈനും മിക്സഡും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഉള്ളത് ഏതാണ്? ഉന്മധ്യ വക്രവും അതുപോലെ തന്നെ നദമധ്യ വക്രവും എന്നുള്ളതുമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് രണ്ടും കോൺവെക്സും കോൺകേവിന്റെ പേരാണ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഋജുരേഖാ വക്രത്തെ കുറിച്ചാണ്. ഋജുരേഖാ വക്രം എന്ന് പറയുമ്പോൾ പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്ന രേഖ. പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതി. കാരണം നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. പ്രായോഗിക തലത്തില് ഇതുപോലെ ഋജുവായ വക്രം അസാധാരണമാണെന്നാ പറയുന്നത്. സാധ്യമല്ല എന്നല്ല പറയുന്നത്, അസാധാരണമാണ്. എല്ലാവർക്കും ഇതുപോലെ പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കില്ല കേട്ടോ. ഒരേപോലെ പല കാലയളവിലാണെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, ഒരേ സ്റ്റാൻഡിൽ നിൽക്കില്ല എന്നാണ് പറയുന്നത്.
ഇത് കേട്ടപ്പം പലരുടെയും മനസ്സിൽ ലഡുകൊത്തി. അല്ലെങ്കിൽ അതാണ് കാരണം. അതാണ് ഞങ്ങൾ കൃത്യമായിട്ടും പഠിക്കാത്തതിന് കാരണം ഇതാണ് സർ. ഋജുരേഖ വക്രം ഇല്ല. സംഭവം എന്താണ്? പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്ന രേഖ ഒരേ നിരക്കിൽ ഒരിക്കലും കുട്ടികൾക്ക് വരില്ല. അതാ ഞങ്ങൾക്ക് വരാത്തത് അല്ലെ. പ്രായോഗിക തലത്തില് ഇതുപോലെ വരില്ല, അല്ലെങ്കിൽ അസാധാരണമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഋജുരേഖ ഇരിക്കുന്നത്? ഇതുപോലെ അല്ലെ. ആ പ്രോഗ്രസ് ഒരുപോലെ ആയിരിക്കും. ഓക്കെ, പ്രോഗ്രസ് ഒരുപോലെ മുകളിലേക്ക് പോകും. അതിന് താഴ്ചയും ഉയർച്ചയൊന്നും ഇല്ല. ഇവിടെ ഈ പറയുന്ന പോലെ സെറീന നേരത്തെ പറഞ്ഞ പോലെ ECG പോലെയൊന്നും അല്ല നമ്മുടെ ലേണിംഗ് കർവ് ഇരിക്കുന്നത്. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോണം. ഓക്കെ, അതാണ് ഋജുവായ വക്രം അല്ലെങ്കിൽ ഋജുവക്രം ഋജുരേഖ വക്രം എന്ന് പറയുന്നത്. ഓക്കേടാ, സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണെന്ന് കണ്ടല്ലോ കുഞ്ഞുങ്ങളെ. അപ്പൊ ചിലപ്പോ ഈ ഇമേജ് തന്നിട്ടായിരിക്കും ചോദിക്കുന്നത് ഇത് ഏത് ലേണിംഗ് കർവാണെന്ന്. അപ്പൊ ഏതാണ്? ഋജുരേഖ വക്രം ആണെന്ന് പഠിച്ചു വെക്കാം. ഋജുരേഖ വക്രമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഋജുരേഖ വക്രം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ? യെസ്. ദെൻ ഉന്മദ്യവക്രം. എന്താ ഉന്മദ്യവക്രം എന്ന് പറയുന്നത്? പ്രാരംഭഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിലുള്ള പുരോഗതി കാണും. നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള ചാർട്ട് അല്ലെങ്കിൽ കയ്യിലുള്ള ഗ്രാഫ് എങ്ങനെയാണ് വരച്ചു വെച്ചേക്കുന്നതെന്ന്. മിക്കവാറും ഇത് തന്നെയായിരിക്കും. പ്രാരംഭഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിലുള്ള പുരോഗതി കാണിക്കുകയും ക്രമേണ മന്ദഗതിയിലാവുകയും ചെയ്യും. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ഉന്മദ്യവക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ പഠിച്ചു. ഉന്മദ്യവക്രം എന്ന് പറഞ്ഞാൽ കോൺവെക്സ് കർവ് ആണ് അല്ലെ. കോൺവെക്സ് കർവ് ആണ്. ഓക്കെ, നിങ്ങൾ ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം. കോൺവെക്സ് കർവ് എന്ന് പറയുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഉന്മദ്യവക്രം അതായത് തള്ളിയാണ് നിൽക്കുന്നത് അല്ലെ. ആ ഒരു വക്രം തള്ളിയാണ് നിൽക്കുന്നത്. ആദ്യം എന്താ? പ്രാരംഭഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിൽ അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അടിച്ച് പോകും. നമ്മളിവിടെ LP UP കോഴ്സിന് വേണ്ടി ഇവിടെ ജോയിൻ ചെയ്തപ്പം പലരുടെ അവസ്ഥ അതായിരുന്നു. ഒറ്റ പോക്കാണ്, ഇങ്ങനെ അങ്ങ് പോക്ക. എല്ലാ ദിവസവും എക്സാം എഴുതുന്നു, പഠിക്കുന്നു, ഒരു രക്ഷയില്ല. എന്താണ്? പിന്നെ ക്രമേണ മന്ദഗതിയിലാവുകയും ചെയ്യും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ്. ഒറ്റ കുഞ്ഞുങ്ങൾ മിണ്ടുന്നോന്ന് നോക്ക്. ഒരു ഒറ്റെണ്ണത്തിന് ഇമോജി വരില്ല. കാരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കില്ല അത് ആരാണെന്നുള്ളത്. നിങ്ങൾ ഭയങ്കര കള്ളത്തരം പഠിച്ച പിള്ളേരാ, ഒരു രക്ഷയില്ല. എന്നാ ഒറ്റെണ്ണ അനങ്ങുന്നില്ല. ആര്യ മാത്രമുണ്ട് അതിനകത്ത്. ഒരു കൃഷ്ണേന്ദു എന്തിനൊക്കെ അറിയുന്നേ? കണ്ടുപിടിച്ചതിനാണോ? സാരമില്ലടാ, നമുക്ക് ഓക്കെ ആക്കാം കേട്ടോ. അടുത്ത വക്രം വരുമ്പോ ഓക്കെ ആവും. ശരി, അപ്പൊ ഇത് പഠിക്കേണ്ടത് കേറ്ററ്റുകാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് എന്നും വിളിക്കാം. ഇതിനകത്ത് കോൺവെക്സ് ലേണിംഗ് കർവ് എന്നൊന്നും പറഞ്ഞെന്ന് വരത്തില്ല ഇംഗ്ലീഷില്. എങ്ങനെയായിരിക്കും വരിക? നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് എന്നായിരിക്കും വരിക. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇവിടെ എന്താണ്? പ്രാരംഭഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിലും അല്ലെങ്കിൽ പുരോഗതി കാണിക്കുകയും ക്രമേണ മന്ദഗതിയിലാവുകയും ചെയ്യുന്ന വക്രത്തിനെയാണ് ഉന്മദ്യ വക്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താ? പ്രവർത്തനം ലളിതമാവുകയോ. എന്താണ് ഇതിന് റീസൺ? എന്താണ്? പ്രവർത്തനം ലളിതമാവുകയോ പഠിതാവിന് സമാനമായ പ്രവർത്തനത്തിൽ മുൻപരിചയം അല്ലെങ്കിൽ പരിശീലനം കിട്ടിയിട്ടുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം പഠനവക്രം ഉണ്ടാകുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രവർത്തനം ലളിതമാവുകയോ അല്ലെങ്കിൽ പഠിതാവിന് സമാനമായ പ്രവർത്തനത്തിൽ മുൻപരിചയം അല്ലെങ്കിൽ പരിശീലനം കിട്ടിയിട്ടുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം പഠനവക്രം ഉണ്ടാകുന്നത്. എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലെ, നിങ്ങളുടെ പഠന രീതി ഇങ്ങനെയാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രവർത്തനം ലളിതമാവുകയോ പഠിതാവിന് സമാനമായ പ്രവർത്തനത്തിൽ മുൻപരിചയം. നിങ്ങൾ നേരത്തെയൊക്കെ എത്ര എക്സാം പഠിച്ച് എഴുതിയതാണ് അല്ലെ. അപ്പോഴും നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ തലേ ദിവസം ഇരുന്ന് പഠിച്ചാലും ചില കാര്യങ്ങൾ പഠിക്കും അല്ലെ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് എക്സാം വരട്ടെ, 10 ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന് ഒരു റീസൺ ഇതാണ്. അല്ലെങ്കിൽ ഇനിയും ദിവസങ്ങൾ ഉണ്ടല്ലോ, അവസാനമാണെങ്കിലും നമ്മൾ പഠിച്ചു കയറും എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സാധാരണ ഇത് വരുന്നത്. അതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് റീസൺ? പ്രവർത്തനം ഒന്നുകിൽ ലളിതമാവുകയോ പഠിതാവിന് സമാനമായ പ്രവർത്തനത്തിൽ മുൻപരിചയം അല്ലെങ്കിൽ പരിശീലനം കിട്ടിയിട്ടുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം പഠനവക്രം ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം എന്താണ് ഉന്മദ്യവക്രം എന്നുള്ളത് കിട്ടിയോ? നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നദമധ്യ വക്രം. എന്താണ് നദമധ്യ വക്രം എന്ന് പറയുന്നത്? കോൺകേവ് ആണ് അല്ലെ. കോൺകേവ് ആണ്. ആദ്യ ഘട്ടങ്ങളിൽ പഠന പുരോഗതി മന്ദമായിരിക്കുകയും
ക്രമേണ വർദ്ധിക്കുകയും ചെയ്യും. എനിക്കറിയാം കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആദ്യഘട്ടങ്ങളിൽ പഠന പുരോഗതി മന്ദഗതിയിലായിരിക്കും. കാരണം നമ്മൾ വളരെ യാദൃശികമായിട്ട് വന്ന് ഇതിനകത്ത് വീണു. നമ്മൾ ഒരുപാട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ പഠന പുരോഗതി എന്ത് തന്നെയായിരിക്കും, മന്ദമായിരിക്കുകയും ക്രമേണ വർദ്ധിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പിന്നെ എന്ത് ചെയ്യുന്നു, ക്രമേണ വർദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനൊരു പോസിറ്റീവ് മോഡായിട്ടേ പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നേരത്തെ മന്ദഗതിയിലേക്ക് ആദ്യം ത്വരിതപ്പെട്ട് നിന്നിട്ട് പിന്നെ മന്ദഗതിയിൽ വരുന്നത് നെഗറ്റീവ് അല്ലേ, ഇത് പോസിറ്റീവ് ആണ്. പ്രവർത്തനം പ്രയാസകരമായിരിക്കുകയോ സമാന പ്രവർത്തനങ്ങളിൽ നേരത്തെ ഒട്ടും പരിചയം ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ഇത്തരം പഠനവക്രം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രവർത്തനം പ്രയാസകരമായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തരുന്ന എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയാസമായത് കൊണ്ട് എന്ത് ചെയ്യും, അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നേരത്തെ ഇത്രയും ചെറിയ ഷോർട്ട് പീരീഡ് കൊണ്ട് ഇങ്ങനെ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ എന്താ പറ്റുക, അവിടെ മന്ദഗതിയിൽ തന്നെ പോവും. പിന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് അതിന്റെ ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതാണ് ഏതെന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന നദമധ്യ വക്രം അല്ലെങ്കിൽ കോൺകേവ് എന്ന് പറയുന്നത്, കോൺകേവ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ സൈക്കിള് ചവിട്ടുന്ന എക്സാമ്പിൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇതിനകത്ത് ആദ്യം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവർത്തനം പ്രയാസകരമായിരിക്കും, നമുക്ക് ചവിട്ടാൻ അറിയില്ല. നമ്മൾ ആദ്യം ഒന്ന് ഉരുട്ടി നോക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ചവിട്ടും. അതായത് പതുക്കെ ഈ പറയുന്ന പെഡലിൽ കയറി നിന്ന് ചവിട്ടും, പിന്നെ കാല് അതിന്റെ ഇടയിൽ കൂടെ കയറ്റിയിട്ട് നിന്ന് ചവിട്ടും. പിന്നെ പതുക്കെ ആ ബാലൻസ് കിട്ടിക്കഴിയുമ്പോൾ കുറെ പ്രാവശ്യം വീഴും, പിന്നെ ബാലൻസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സീറ്റിൽ കയറി നിന്ന് ചവിട്ടും, വളരെ ഫാസ്റ്റ് ആയിട്ട് പിന്നെ ചവിട്ടും. ഇപ്പൊ നമ്മൾ ചവിട്ടോട് ചവിട്ടാം, ഒരു കുഴപ്പമില്ല അല്ലെ. അപ്പൊ അത് എന്ന് പറയുന്നത് ഏതാണ്, ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവിനകത്ത് വരുന്നതാണ്. പിന്നെന്താ, പിന്നെ നമ്മൾ വരുന്നത് എന്ന് പറയുമ്പോൾ പ്രവർത്തനം ലളിതമാവുകയോ പഠിതാവിന് സമാനമായ പ്രവർത്തനത്തിൽ മുൻ പരിചയം അല്ലെങ്കിൽ പരിശീലനം കിട്ടിയിട്ടുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം പഠനവക്രം ഉണ്ടാവുന്നത്. ഏത്, ഉന്മധ്യവക്രം. പ്രാരംഭഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിലുള്ള പുരോഗതി കാണിക്കുകയും, കാരണം പ്രാരംഭഘട്ടത്തിൽ പഠന ത്വരിതഗതിയിൽ പുരോഗതി കാണിക്കുകയും കാരണം എന്താ, അവന് കൃത്യമായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്, പരിശീലനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരു സൈക്കിൾ കിട്ടിയാൽ അവൻ എന്ത് ചെയ്യും, ചവിട്ടും. പക്ഷെ എന്ത് ചെയ്യില്ല, നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാ, ഈ നദമധ്യവക്രത്തിനകത്ത് നമ്മൾ സൈക്കിൾ ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് പിന്നെ ചവിട്ടാൻ തോന്നും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ആ ഒരു കഴിവ്. പിന്നെ സൈക്കിൾ കാണുമ്പോൾ വീണ്ടും ചവിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബൈക്ക് ഓടിക്കാനും നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടം തോന്നും അല്ലെ. പക്ഷെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഉന്മധ്യവക്രത്തിലേക്ക് വരും. കാരണം സൈക്കിൾ അല്ലേ, അത് വേറെ ഒന്നും അല്ലല്ലോ, സൈക്കിൾ അല്ലേ, അത് വേറെ എയറോപ്ലെയിൻ ഒന്നും അല്ലല്ലോ, സൈക്കിൾ അല്ലേ, അതൊക്കെ ചവിട്ടാൻ എനിക്കറിയാം എന്ന് പറയും അല്ലെ. അതൊരു നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവിലേക്ക് പോകും. കാരണം മന്ദഗതിയിലേക്ക് പോകും. നമ്മൾ പിന്നെ കൂടുതൽ അതിനകത്തേക്ക് ശ്രദ്ധിക്കാതെ വരുന്ന അവസ്ഥ. കാരണം എന്താണ്, അത് ഞങ്ങൾക്ക് അറിയാന്നേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നതാണ് ഉന്മധ്യ വക്രം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. നദമധ്യവക്രവും ഉന്മധ്യവക്രവും. ഇനി വരുന്നത് സമ്മിശ്ര വക്രം. ഇതാ ഈ ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചത്. ഇതാ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടാണ് ചോദിച്ചത്. ഈ ഒരു എസ് ആകൃതിയിലുള്ള പഠനരേഖ, എസ് ആകൃതിയിലുള്ള പഠനരേഖ എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്, മിക്സഡ് ലേണിംഗ് കർവാണ്. അതായത് സമ്മിശ്ര വക്രത്തിലാണ്. സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടങ്ങി പെട്ടെന്ന് പുരോഗമിച്ച് വീണ്ടും മന്ദഗതിയിലാവുന്നത്. ഈ അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്, രണ്ടും കൂടെ ചേർന്നിട്ടുള്ള പഠന രീതിയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഉന്മധ്യവക്രവും നദമധ്യവക്രവും കൂടെ ചേർന്നിട്ടാണ് ഏത് വരുന്നത്, സമ്മിശ്ര വക്രം വരുന്നത്. അതായത് ആദ്യം പഠനം മന്ദഗതിയിലായിരിക്കും, പെട്ടെന്ന് പുരോഗമിക്കും. ഓക്കെ, ട്രാക്കിൽ കിട്ടി, വീണ്ടും എന്ത് ചെയ്യും, മന്ദഗതിയിലാകുന്ന അവസ്ഥ. ആദ്യം സൈക്കിൾ ചവിട്ടാൻ അറിയില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, സൈക്കിൾ ചവിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് സ്പീഡിൽ ചവിട്ടും. പിന്നെ ആ സൈക്കിൾ ചവിട്ടുന്നതിന്റെ ഇമ്പോർട്ടൻസ് കുറയും, പതുക്കെ എന്ത് ചെയ്യും, താഴേക്ക് വരുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സമ്മിശ്ര വക്രം എന്ന് പറയുന്നത്. അതായത് എസ് ആകൃതിയിലുള്ള പഠനരേഖയാണ് ഫലം എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഈ എസ് ആകൃതിയിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ലേണിംഗ് കർവ് ഏതാണ്, സമ്മിശ്ര വക്രമാണ് എന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആയോടാ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? സമ്മിശ്ര വക്രമാണെന്നുള്ളത് കിട്ടിയല്ലോ. ശരി, ഇതിനെ ഉന്മധ്യ നദമധ്യ വക്രം എന്നും പറയാം. കോൺവെക്സ് കോൺകേവ് ലേണിംഗ് കർവ് എന്നും പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഉന്മധ്യ നദമധ്യ വക്രം എന്നും ഏതിനെ പറയാം, നമ്മുടെ ഈ എസ് ആകൃതിയിലുള്ള സമ്മിശ്ര വക്രത്തെ പറയാം. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. എന്തൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എന്താണ് നമ്മൾ പഠനവക്രം എന്ന് പറഞ്ഞു, ലേണിംഗ് കർവ് എന്താണ്, ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന രേഖീയ ചിത്രീകരണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഠിതാവിന്റെ പഠനം എങ്ങനെ മെച്ചപ്പെട്ടു എന്നതിന്റെ രേഖ. പരിശീലനത്തിനിടയ്ക്ക് കൂടെ നമ്മൾ ഈ പ്രകടനം അളന്ന് നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഞാൻ ഇതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച വൈകുന്നേരമോ ഞായറാഴ്ചയോ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനായിട്ടുള്ള മനസ്സ് കാണിക്കണം. എന്തിനും ഉള്ള തടസ്സം മനസ്സാണ്. എനിക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓ കുഴപ്പമില്ല, 2 ദിവസം കഴിയട്ടെ എന്ന് പറയും. അങ്ങനെയല്ല, ഇതൊരു ശീലമാക്കി എടുക്കുക. ഏതാ ഒരു ശീലമാക്കി എടുക്കേണ്ടത്? ശനിയാഴ്ച വൈകുന്നേരം എടുത്തു വെച്ച് നോക്കണം. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ പോയിട്ടുണ്ടോ? ഇല്ല. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോയിട്ടില്ല? എന്തൊക്കെ തടസ്സങ്ങളാണ് എനിക്ക് വന്നത്? ആ തടസ്സങ്ങളെ മാറ്റി നിർത്താൻ എങ്ങനെ എനിക്ക് സാധിക്കും? അല്ലെങ്കിൽ കുറയ്ക്കാൻ എങ്ങനെ എനിക്ക് സാധിക്കും? അടുത്ത ആഴ്ചയിൽ അത് കുറയുന്നുണ്ടോ എന്ന് അടുത്ത ശനിയാഴ്ച വീണ്ടും ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് പഠിക്കുന്നതിന്റെ പഠിക്കൽ അല്ലെ? പഠിക്കൽ ആര് കൊണ്ടുവന്നു? പഠിക്കൽ ലേണിംഗ് ടു ലേൺ. വെരി ഗുഡ്, ബ്രൂണ അല്ലെ? ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇവാലുവേഷൻ കണ്ടോ എന്തൊക്കെ കണക്റ്റഡ് ആണെന്ന് കണ്ടോ? പല കോൺസെപ്റ്റും പല ആശയങ്ങളും ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പൊ അത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാവും. എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാവും. അത് ഉണ്ടാകാത്ത കാലത്തോളം നമ്മൾ രക്ഷപ്പെടില്ല. ഓക്കെ, ഞാൻ ഇത് തുറന്നു പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താ എന്ന് മനസ്സിലാക്കാത്തോളം കാലം നിങ്ങൾ പഠിക്കില്ല. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിറ്റർമിനേഷൻ, എനിക്ക് LP UP വേണം എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ വന്ന് ചിന്തിച്ചേ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പറ്റും. ഞാൻ പറഞ്ഞത് എന്താ? മനസ്സിലൊന്ന് ചിന്തിച്ചേന്നാണ്. ആ മനസ്സ് എന്ത് വേണം? പൂർണ്ണതയിലെത്തിയാൽ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ആ മനസ്സുണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു സ്വതന്ത്ര ചരവും ആശ്രിത ചരവും അല്ലെ? എക്സ് ആക്സിസും വൈ ആക്സിസും. അതിനകത്ത് സ്വതന്ത്ര ചരത്തിനകത്ത് കാലയളവുകളാണ്, എക്സ് ആക്സിസിനകത്ത്. ദെൻ ആശ്രിത ചരത്തിനകത്ത് പഠനത്തിന്റെ അളവിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വിവിധ പഠനവക്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഋജുരേഖാവക്രം, ഉന്മധ്യവക്രം, നദമധ്യവക്രം, സമ്മിശ്രവക്രം, സ്ട്രെയിറ്റ് ലൈൻ കർവ്, കോൺവെക്സ്, കോൺകേവ്, മിക്സഡ്. ഋജുരേഖ വക്രത്തിനകത്ത് നിങ്ങൾക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അവിടെ പറയുന്നത് ഇത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രായോഗിക തലത്തിൽ ഇത് ഒരു പ്രീവിയസ് ആണ്. പ്രായോഗിക തലത്തിൽ എന്താണ് ഋജുവായ വക്രം അല്ലെ? ഏത് വക്രമാണ്? പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതി അസാധാരണമാണ്. ഇത് ഏത് വക്രത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കും. അപ്പൊ അത് ഏതാണ്? ഋജുരേഖ വക്രമാണ്. ഋജുരേഖ വക്രം കണ്ടല്ലോ. ചിലപ്പോൾ ഈ ഒരു ഇമേജ് തന്നിട്ടായിരിക്കും ചോദിക്കുന്നത് ഇത് ഏത് വക്രത്തിൽ പെടുന്നു? സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ലേണിംഗ് കർവിനകത്താണ്, അല്ലെങ്കിൽ ഋജുരേഖ വക്രത്തിനാണ് എന്ത് വരുന്നത്? ദൈ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഉന്മധ്യ വക്രം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് അതായത് ഇതൊരു കോൺവെക്സ് ലെവലാണ് അല്ലെ? കോൺവെക്സ് ലെവൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇവിടെ ഈ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും പഠിച്ചു പോകണം. കോൺവെക്സ് ഏത്, കോൺകേവ് ഏത് എന്നുള്ളത് കൃത്യമായിട്ടും പഠിച്ചു പോവുക. അപ്പൊ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ആ ഒരു എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ആ ഒരു സൈക്കിൾ ചവിട്ടുന്നതിന്റെ. പിന്നെ നമ്മൾ പറഞ്ഞു നദമധ്യ വക്രം അല്ലെ? പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവാണ്. ആദ്യഘട്ടങ്ങളിൽ പഠന പുരോഗതി മന്ദഗതിയിലാവുകയും ക്രമേണ വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു പിക്ചർ തന്നിട്ട് ചോദിക്കാൻ കേട്ടോ, ഏതിനകത്താണ്? ഉന്മധ്യ വക്രത്തിനകത്ത് ഈ ഒരു പിക്ചർ തന്നിട്ട് ചോദിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കണം, ഇങ്ങനെ തള്ളിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഓർത്തോണം അത് കോൺവെക്സ് ആണ്. അപ്പൊ ഇവിടെ ആദ്യം ഭയങ്കര ത്വരിതമായിട്ട് പോയിട്ട് മന്ദഗതിയിലാകുന്ന അവസ്ഥ. അടുത്തത് രണ്ടാമത്തെ നോക്കിക്കേ, മന്ദഗതിയിൽ തുടങ്ങി ആ ലേണിംഗ് കർവ് നോക്കിക്കേ, മന്ദഗതിയിൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു അല്ലെ? മുകളിലേക്ക് പോകുന്ന ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഈ പറയുന്ന ഈ മന്ദഗതിയിൽ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ ഇങ്ങനെ പോകുന്ന അവസ്ഥയാണ് ഏതിനകത്ത് വരുന്നത്? നമ്മുടെ ഈ പറയുന്നില്ല നദമധ്യ വക്രത്തിനകത്ത് വരുന്നത്. അടുത്ത സമ്മിശ്ര വക്രം. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കളയരുത്. ഇത് തന്നെ ആയിരിക്കാൻ ചോദിക്കാൻ ചാൻസ് കൂടുതലും. ചോദിച്ചിട്ടുള്ള ഇതാണ്. എസ് ആകൃതിയിലുള്ള പഠനരേഖ ഏതിനകത്ത് വരും? മിക്സഡ് ലേണിംഗ് കർവിലാണ്. ഓക്കെ, സമ്മിശ്ര വക്രത്തിനകത്താണ്. സമ്മിശ്ര രേഖാവക്രമെന്നോ അല്ലെങ്കിൽ സമ്മിശ്ര വക്രമെന്നോ ഒക്കെ നമുക്ക് പറയാം. അതിനകത്താണ് എസ് ആകൃതിയിലാണ് പഠനരേഖ വരുന്നത്. എന്താണത്? പഠനം മന്ദഗതിയിൽ തുടങ്ങി വീണ്ടും പുരോഗമിച്ച് വീണ്ടും മന്ദഗതിയിലേക്ക് പോകുന്ന അവസ്ഥ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോടാ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ, അപ്പൊ കയ്യിലുള്ള ബുക്കുകളൊക്കെ ഒന്ന് അടച്ചു വെച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ. എല്ലാം മനസ്സിലായോ എന്ന് അറിയണമല്ലോ. ഇന്ന് ഇത്രയും മതി.
സർ പീഡസ്ഥലം ഇതിൽ വരുന്നതല്ലേ സർ? ആ, അത് വരുന്നുള്ളൂ. പീഠസ്ഥലം എന്ന് പറയുന്നത് പ്ലേറ്റോ എന്ന് പറയും. അതായത് എന്താണത്? പറയൂ ഷഹന. നിശ്ചലാവസ്ഥയിലാവുന്നത് അല്ലേ? ആ, നിശ്ചിത അവസ്ഥയിൽ. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മള് ത്വരിതഗതിയിലേക്ക് പോകുന്നു, എസ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ പ്ലേറ്റോ, അതായത് എന്താണ്, ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ എത്തുമ്പോൾ നമ്മൾ പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല. കാരണം എന്താണോ പഠിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു പുരോഗതിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് പോകും. അതാണ് കറക്റ്റ് വാക്ക്. ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് പോകുന്നതാണ് പീഠസ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. വെരി ഗുഡ് ഷാന. ഓക്കെ, പ്ലേറ്റോ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോണ? പറയൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ലേണിംഗ് തിയറീസും അതുപോലെ തന്നെ ലേണിംഗ് കർവ്.